India's first live animated tuition. അപ്പോൾ ടീച്ചർ ഇന്ന് ഏത് ചാപ്റ്ററിന്റെ വൺ ഷോട്ടും കൊണ്ടാണ് മക്കളെ ഇന്ന് വന്നിരിക്കുന്നത്? നമ്മുടെ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ നോൺ മെറ്റൽസിന്റെ വൺ ഷോട്ടും കൊണ്ടാണ് ടീച്ചർ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആനുവൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണല്ലേ നമ്മുടെ നോൺ മെറ്റൽസ്. യെസ്, അപ്പൊ നോൺ മെറ്റൽസ് നമുക്ക് പഠിക്കണ്ടേ? യെസ്, 1 hour കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്റർ ഉള്ളൂ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ആകെ പഠിക്കാനുള്ളത് കുറച്ച് നോൺ മെറ്റൽസിന്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, യൂസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലെ. നോൺ മെറ്റൽസ് എന്നുള്ള ചാപ്റ്റർ ആകുമ്പോൾ നോൺ മെറ്റൽസിനെ പറ്റിയല്ലേ പഠിക്കേണ്ടത്? യെസ്, അപ്പൊ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം എന്നൊക്കെ പറഞ്ഞു ആ അറ്റത്ത് കുറെ മെറ്റലുകൾ ഉണ്ട്. ദേ ഈ അറ്റത്ത് നോബിൾ ഗ്യാസസും ഹാലോജൻസും ഒക്കെ ആയിട്ട് കുറെ നോൺ മെറ്റൽസ് ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് മെറ്റലോയിഡ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. അപ്പൊ നോൺ മെറ്റൽസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി വല്ല സംശയമുണ്ടോ? ഇല്ല. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ആരൊക്കെയാണ്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ആൻഡ് കാർബൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആൾക്കാരാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ തുടങ്ങിയ ആൾക്കാർ. ഓക്കെ മക്കളെ, അതിൽ ഈ കാർബണിനെ പറ്റി ഈ ചാപ്റ്ററിൽ പഠിക്കണ്ട. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 7ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് വേൾഡ് ഓഫ് കാർബൺ എന്നും പറഞ്ഞ് കാർബണിനെ പറ്റി മാത്രമായിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. അപ്പൊ നമുക്കിനി ഇതില് പ്രത്യേകിച്ച് കാർബണിനെ പറ്റി ഇതിൽ പഠിക്കണ്ട. ബാക്കിയുള്ള ആൾക്കാരെ പറ്റി പഠിച്ചാൽ മതി. എന്താ അവരെ പറ്റി പഠിക്കണ്ടേ? അവരുടെ പ്രിപ്പറേഷൻ പഠിക്കണം, അവരെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കണം, പിന്നെ അവരെ കുറച്ച് യൂസസ് പഠിക്കണം. അത്ര കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഓക്സിജന്റെ അണ്ടറിൽ ഒരു ഓസോൺ വരുന്നുണ്ട്. അപ്പൊ അയാളെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത്രയൊക്കെ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അതിലെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടിരിക്കുക. ഈ നോൺ മെറ്റൽസിനെ പറ്റി കുറച്ച് ചാപ്റ്ററിൽ പഠിക്കാൻ മാത്രം ഇമ്പോർട്ടന്റ് ആണോ മക്കളെ ഈ നോൺ മെറ്റൽസ്? പിന്നെ അല്ലാതെ ഹൈഡ്രജൻ നിങ്ങളൊന്ന് നോക്കിയേ. ഹൈഡ്രജൻ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? യെസ്, ഭയങ്കരമായി യൂസുള്ള ആളാണ് ഹൈഡ്രജൻ. എവിടെ നിങ്ങൾക്കറിയാം? നമ്മുടെ എയ്റോസ്പേസ്, നമ്മൾ എന്താ പറയാ, റോക്കറ്റ് സംഭവങ്ങളൊക്കെ, റോക്കറ്റ് ഫ്യൂവലൊക്കെ ആയിട്ട് ഇപ്പൊ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. വലിയ ആളാ ഹൈഡ്രജൻ. പിന്നെന്താ? പിന്നെ ആരുടെ കാര്യം പറയാം? നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുത്ത ഒരു പുരപ്പറമ്പിൽ പോയി അവിടെ കാണുന്ന ബലൂണിന്റെ അകത്ത് ആരാണത്? ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലേ. യെസ്, ബലൂണിലൊക്കെ ഫില്ല് ചെയ്യുന്ന നമ്മൾ ഹൈഡ്രജൻ ആണല്ലേ. യെസ്, ദെൻ ഓക്സിജനെ പറ്റി നമുക്കൊന്നും പറയാനില്ല. ആരെയായി വലിച്ചുള്ളിലേക്ക് കയറ്റുന്നേ? ബ്രീത്ത് ഓഫ് ലൈഫ് ആണല്ലേ ഈ ഓക്സിജൻ. യെസ്, നമുക്ക് ഇങ്ങനെ കാശ് കൊടുക്കാതെ ഇഷ്ടം പോലെ വലിക്കാനും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും ഒക്കെ നമ്മൾ ആരെ എടുക്കുന്നത്? നമ്മുടെ ഓക്സിജനെയാണ്. ദെൻ നൈട്രജനെ പറ്റി ഒരു യൂസ് പെട്ടെന്ന് ചോദിച്ചപ്പോ എന്താ പറയാ? നമ്മുടെ വണ്ടികളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് ആരെയാണ്? നൈട്രജൻ ഗ്യാസ് ആണല്ലേ. നമ്മൾ എല്ലാവരും ചുമ്മാ കെമിസ്ട്രി അറിയാത്ത ആൾക്കാർക്കും അറിയാം നൈട്രജൻ അടിക്കും വണ്ടിയുടെ അകത്തായിരുന്നാത്ത അത്രയെങ്കിലും അറിയായിരിക്കും. നൈട്രജൻ ഗ്യാസ് ആണ്. പിന്നെ ക്ലോറിൻ നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ വീട്ടിലിങ്ങനെ വെള്ളത്തിലൊക്കെ ഇടുന്ന കിണറിനകത്തൊക്കെ ഇടുന്ന ബ്ലീച്ചിങ് പൗഡർ, അതിനകത്ത് ആരുള്ളത്? ക്ലോറിൻ ആണുള്ളത്. അപ്പൊ ക്ലോറിൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ചുമ്മാ എടുത്ത് നോക്കിയാൽ നമ്മുടെ ചുറ്റും പല കാര്യങ്ങളിലും ആരുണ്ട്? നോൺ മെറ്റൽസ് ഉണ്ട്. അപ്പൊ നോൺ മെറ്റൽസിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് ഒരു ചാപ്റ്ററിൽ അങ്ങ് പഠിച്ചേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ആദ്യം ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പറയാൻ പോണ് അറ്റ്മോസ്ഫെറിക് എയറിൽ നമ്മുടെ ചുറ്റുമുള്ള എയർ അല്ലെ. നമുക്കറിയാം, നമ്മൾ ടീച്ചർ നേരത്തെ പറഞ്ഞു ഒരു ചെലവില്ലാതെ ഇങ്ങനെ വലിച്ചെല്ലാവരും എടുക്കുന്ന ഓക്സിജൻ എവിടെന്നാ അത് കിട്ടുന്നത്? നമുക്ക് അറ്റ്മോസ്ഫിയറിക് എയറിലാണല്ലേ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ മാത്രമാണോ ഉള്ളത്? അല്ല, വേറെയും കുറെ ഗ്യാസസ് ഉണ്ട്. ആരൊക്കെയുള്ളത് നമുക്ക് റിൻസാറിനോട് ചോദിക്കാം. റിൻസാർ ഒന്ന് വേഗം കിട്ടുകയാണ് അവിടെ വെച്ചാൽ. യെസ്, നോക്കിയ മക്കളെ. യെസ്, നോക്ക്. നൈട്രജൻ നമ്മൾ വിചാരിക്കും ഓക്സിജൻ ആണെന്ന് അറിയുന്ന, അല്ല, ആ യെല്ലോ പാർട്ട് മുഴുവനും നൈട്രജൻ ആണ്. വലിയൊരു ഭാഗം ആരാണ്? നൈട്രജൻ ആണുള്ളത്. ആൻഡ് ദെൻ രണ്ടാമത് നമ്മുടെ ഓക്സിജൻ ആണ്. ആൻഡ് ആർഗൺ, സെനോൺ, നിയോൺ, ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു ഏരിയയിൽ അവരുണ്ട് കേട്ടോ. അപ്പോ ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താ ചോദിക്കാൻ പറ്റുക? വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫെറിക് എയർ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ വേറെ കുറെ ഗ്യാസുകളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിനകത്ത് ആരാണ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫെറിക് എയർ? നമ്മുടെ നൈട്രജൻ ആണ്. 78.08% ഉള്ള നമ്മുടെ നൈട്രജൻ ആണ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫെറിക് എയർ. ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. അറ്റ്മോസ്ഫെറിക് എയറിൽ ഒരാളാണെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ വേറെ ആളായിരിക്കും. അപ്പൊ അതൊക്കെ ആലോചിച്ച് വെക്കുക. ഓക്കെ, അബണ്ടന്റ് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫെറിക് എയർ.
പിന്നെ നമ്മുടെ നോൺ മെറ്റൽസ് ഉള്ള കുറച്ച് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങൾ, നമ്മുടെ ഹെൽത്ത് ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആരൊക്കെ ഉള്ളതെന്ന് ബയോളജി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട് എന്നൊക്കെ അറിയാം. അതിന്റെ അകത്തുള്ള കമ്പോണൻസിനെ നിങ്ങളൊന്ന് നോക്കിക്കേ, എല്ലാം നോൺ മെറ്റൽസാ. കാർബോഹൈഡ്രേറ്റിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും, പ്രോട്ടീനിലാണെങ്കിൽ ഒരു നൈട്രജനും കൂടെ ഉണ്ട്, ഫാറ്റിലാണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജൻ തന്നെയുള്ളത്. അപ്പോൾ ഇതിലെല്ലാം ഉള്ളത് ആരാണ്? നമ്മുടെ നോൺ മെറ്റൽസ് തന്നെയാണ്. അവരെല്ലാവരും നോൺ മെറ്റൽസ് ആണ്. പിന്നെ നമ്മുടെ PVC പൈപ്പ്, നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന PVC പൈപ്പ്, നിങ്ങൾക്കറിയാം PVC പൈപ്പ് എന്താ? പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന പോളിമർ ആണല്ലേ. യെസ്, ആ പോളിമറിൽ ആരൊക്കെയുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ, അതും നമ്മുടെ നോൺ മെറ്റൽസ്. ദെൻ പൊളിത്തീൻ. പൊളിത്തീൻ എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാത്ത പൊളിത്തീൻ കവർ. പൊളിത്തീൻ കവർ അറിയാത്ത ആരുമില്ല അല്ലെ. പൊളിത്തീൻ എന്താ സാധനം? അതൊരു പോളിമർ ആണ്. അതിന് പോളി എത്തീൻ എന്ന് പറയുന്ന പൊളിത്തീൻ ഒരു പോളിമർ ആണ് അല്ലെ. അതിനകത്ത് ആരൊക്കെയുള്ളത്? കാർബണും ഹൈഡ്രജനും ആണ് അതിനകത്തുള്ള ആൾക്കാർ. അപ്പൊ ആ കമ്പോണൻസ് ഒക്കെ ഒന്ന് വെറുതെ കണ്ടിട്ട് പോകാൻ, നമുക്ക് ചുമ്മാ കാണാൻ ചിലവൊന്നുമില്ലല്ലോ. കണ്ടേക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാലേ എഴുതണ്ടുള്ളൂ, ചെറുതൊരു ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടിട്ട് പോകണം. അന്ന് നമ്മൾ വിട്ടുകളയാൻ പാടില്ല അല്ലെ. യെസ്, പൊളിത്തീൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനകത്ത് ഏത് നോൺ മെറ്റലിനെ പറ്റിയാണ്? ഓക്സിജനെ പറ്റിയാണോ? അല്ല, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹൈഡ്രജനെ പറ്റിയാണ്, നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെ പറ്റിയാണ്. ഈ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കുക. ഞാൻ ടീച്ചർ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കാന്ന് വെച്ചാൽ, ആദ്യം പ്രിപ്പറേഷൻ, പിന്നെ അതിന്റെ യൂസസ്, പിന്നെ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അങ്ങനെയൊക്കെ പറയാം. ഈ ഹൈഡ്രജൻ ഗ്യാസ് അത്ര ഇമ്പോർട്ടന്റ് ആണോ? യെസ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ആ സണ്ണിലും സ്റ്റാറിലും മാത്രമാണോ? അല്ല, നമ്മുടെ വാട്ടറിന്റെ അകത്തും അല്ലെ, നമ്മുടെ വാട്ടറിലുമുള്ള ആളാണ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ഇമ്പോർട്ടന്റ് ആണ് സണ്ണിലും സ്റ്റാറുകളിലും പിന്നെ നമ്മുടെ വാട്ടറിലും ഒക്കെ ഉള്ള ഒരാളാണ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ നമുക്ക് വേഗം നോക്കാം. യെസ്, പോന്നോട്ടെ. ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ നോക്കിയാ മക്കളെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സിങ്ക് മെറ്റൽസിനെ, കുറച്ച് പീസ് ഓഫ് സിങ്ക് മെറ്റൽസ് നമ്മൾ കൊണ്ടുവന്ന് എവിടെ ഇട്ടു? ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ആരൊഴിക്കാൻ പോവാണ്? നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാൻ പോവാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കൊണ്ടുവന്ന് ഒഴിച്ചു. അതിന്റെ അകത്ത് എന്തൊക്കെയോ റിയാക്ഷൻസ് നടന്ന ഒരു ഗ്യാസ് പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാം അല്ലെ. അപ്പൊ നമ്മൾ ഓക്കെ ഇത്തിരി ഫാസ്റ്റ് ആയി, ഒന്ന് പതുക്കെ വന്നാൽ മതി. ഓക്കെ, ഒരു ഗ്യാസ് പുറത്തോട്ട് വരുന്നത് കാണുന്നുണ്ട് അല്ലെ. ഗ്യാസ് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഗ്യാസിനകത്തിട്ട് ഇത് എന്ത് ഗ്യാസാന്ന് നമുക്ക് അറിയണം. ഇപ്പൊ നമ്മൾ സർപ്രൈസ് പൊട്ടിച്ചേക്കും, നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ എന്ത് ഗ്യാസ് ആയി പുറത്തോട്ട് വരുന്നത് നമുക്ക് നോക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഒരു ഇൻസെൻസ് സ്റ്റിക്ക് എടുത്ത് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പൊ കാണിക്കുമ്പോ കാണിച്ചോട്ടെ. യെസ്, അത് വെറുതെ കത്തല്ല കേട്ടോ, പോപ്പ് സൗണ്ടോടുകൂടി കത്തി. എന്താ സൗണ്ട് മക്കളെ? പോപ്പ് സൗണ്ടോടുകൂടി കത്തി. പോപ്പ് സൗണ്ടോട് കൂടി ബേൺ ചെയ്യുന്ന ഗ്യാസ് ആരാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ്. പോപ്പ് സൗണ്ടോട് ബേൺ ചെയ്യുന്ന ഗ്യാസ് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഓക്കെ സാർ, പറ്റുമോ? കംപ്ലീറ്റ് പോകട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സിങ്കിനകത്തോട്ട് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്ത് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. ദെൻ സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ മക്കളെ, അപ്പോ ഇത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും മാത്രം ഇട്ടാലാണ് അല്ല മക്കളെ. മെറ്റൽസും ആസിഡ്സുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷനുകളിലും ഉണ്ടാകുന്ന ആളാണ് ഈ ഹൈഡ്രജൻ ഗ്യാസ്. ഈ റിയാക്ഷൻ വരുന്നത് 8ാം ക്ലാസ്സിലും പഠിച്ചുള്ള റിയാക്ഷൻ ആണ് അല്ലെ. യെസ്, അപ്പൊ ഹൈഡ്രജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ലാബിൽ നമുക്ക് ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഉണ്ടാകുന്ന ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ അപ്പൊ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്, അപ്പോ ഈ പ്രിപ്പറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളൊരു റിയാക്ഷൻ, ഇപ്പൊ ഈ കണ്ട റിയാക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ റിയാക്ഷൻ? ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്, അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്താ അങ്ങനെ പറഞ്ഞ എന്താ അത്? എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന ഒരാളെ വന്നിട്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടെ വേറെ ആൾ കയറിയിരിക്കാം. അതായത് ഇവിടെ ഹൈഡ്രജൻ ഇങ്ങനെ മാന്യം മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുമായിരുന്നു. അതിനകത്തോട്ടാണ് നമ്മൾ ആരെ ഇട്ട് കൊടുത്തത്? സിങ്കിനെ ഇട്ട് കൊടുത്തത്. സിങ്ക് വന്നപ്പോ ഹൈഡ്രജനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് സിങ്ക് കയറിയിരുന്നു. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അതായത് നമുക്ക് പറയാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാന്നൊക്കെ പറയില്ലേ. യെസ്, എന്താ? ഒരാൾക്ക് പകരം വേറൊരാള്. അതെ, ഹൈഡ്രജന് പകരം അവിടെ മറ്റൊരാൾ കയറിയിരുന്ന റിയാക്ഷൻ. അത്തരം റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. Reactions where an element in a compound is displaced by another element. മറ്റൊരു എലമെന്റ് വന്ന് ഈ എലമെന്റിനെ കോമ്പൗണ്ടിൽ നിന്ന് മാറ്റി വെക്കാം. അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മെറ്റൽസും
ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ടുള്ള മിക്ക റിയാക്ഷൻസും എന്തിന് എക്സാമ്പിൾ ആണ്? ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. നമ്മളിപ്പോ കണ്ട സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷനും അതിന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് ഓൾസോ ഈ കാണുന്നതെല്ലാം അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ മക്കളെ, ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾ ആണ്. നമുക്ക് നോക്കിയാൽ കാണാം, മെഗ്നീഷ്യം വന്ന് ഹൈഡ്രജനെ മാറ്റി അവിടെ കയറിയിരുന്നു. ഇവിടെ സിങ്ക് വന്ന് ഹൈഡ്രജനെ മാറ്റി അവിടെ കയറിയിരുന്നു. മെഗ്നീഷ്യം വന്ന് അഗൈൻ നൈട്രിക് ആസിഡിൽ ഹൈഡ്രജനെ മാറ്റി അവിടെ കയറിയിരുന്നു. ഇവിടെ കോപ്പറിനെ മാറ്റിയിരിക്കുന്നു. ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇവിടെ ബ്രോമിൻ ആയിരുന്നു, ആ ബ്രോമിനെ മാറ്റി ക്ലോറിൻ കയറിയിരുന്നു. ഇവിടെ നോക്കിയേ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിനകത്തോട്ട് ഒരു ക്ലോറിൻ വന്ന് ഒരു ഹൈഡ്രജനെ മാറ്റി. ആൻഡ് വേറൊരു ബൈ പ്രൊഡക്റ്റ് ആണ് HCl ഉണ്ടായ പോയ ഹൈഡ്രജൻ പോയിട്ട്. ഓക്കെ, അപ്പൊ CH4 ഒരു ഹൈഡ്രജനെ മാറ്റി, അപ്പൊ CH3 ആയി, എന്നിട്ട് ക്ലോറിൻ കാര്യം. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾസ് ആണ് ഇവരെല്ലാം കേട്ടോ. ഓക്കെ, ദെൻ അപ്പോ പിന്നെ നമുക്ക് ഹൈഡ്രജന്റെ ഒരു പ്രോപ്പർട്ടി നോക്കാം. ഹൈഡ്രജന്റെ ഡെൻസിറ്റി എങ്ങനെയാണ്? ഹൈഡ്രജന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എയറിനേക്കാൾ ലെസർ ആണ് അല്ലെ. എയറിനേക്കാൾ കുറവ് ഡെൻസിറ്റി ഉള്ള ആളാണ് നമ്മുടെ ഹൈഡ്രജൻ. ഓക്കെ മക്കളെ, യെസ്. ഇനി നമുക്ക് പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറ്റി പറയണം? കെമിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ റിയാക്ഷൻസിനെ പറ്റി പറയണം. ഹൈഡ്രജന്റെ റിയാക്ഷൻസ്, നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷനും ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ, ഓക്സിജനുമായിട്ട് മെറ്റൽസ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയും കമ്പഷൻ അഥവാ ബേൺ ചെയ്യാന്നൊക്കെ പറയും അല്ലെ. കത്താണ് ഓക്സിജൻ, നമുക്ക് വഴിയിൽ പറയുന്നുണ്ട്, വരുന്ന വഴിക്ക് കാണാം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്താൽ ആര് കിട്ടും? കത്തിക്കഴിഞ്ഞാൽ ആര് കിട്ടും? വെള്ളം കിട്ടും, വാട്ടർ കിട്ടും. H2+O2 റിയാക്ട് ചെയ്താൽ we will get H2O. ഇതൊരു എക്സോതെർമിക് പ്രോസസ് ആണ്, ഹീറ്റിനെ പുറത്തുവിടുന്ന പ്രോസസ് ആണ്. ഹൈഡ്രജനും ഓക്സിജനും ബേൺ ചെയ്ത് അല്ലെങ്കിൽ കത്തി അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ കിട്ടുന്ന റിയാക്ഷൻ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് പറയാനുള്ള റിയാക്ഷൻ, അതിന് മുന്നേ ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഈ റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ ഈ ടൈപ്പ് റിയാക്ഷനും ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? എന്താണ് ആ പേര്? യെസ്, എന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻ. കമ്പഷൻ അല്ല, കോമ്പിനേഷൻ. കമ്പഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ അത്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതോട്. ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ, ദ റിയാക്ഷൻ ഇൻ വിച്ച് two or more simple substances combine to form a compound. രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ കമ്പൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന ടൈപ്പ് റിയാക്ഷൻ ആണ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി നമ്മൾ ഈ കാണുന്ന എല്ലാ റിയാക്ഷൻസും അതിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് റിയാക്ഷൻസ് തന്നിട്ട് അതിനകത്ത് കോമ്പിനേഷൻ റിയാക്ഷൻ ചോദിച്ചാൽ ചൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ത് നോക്കിയിട്ടാണെന്നറിയോ? അതിനകത്ത് റിയാക്റ്റൻസ് 2-3 എണ്ണം കാണും, പക്ഷെ പ്രൊഡക്റ്റ് ഒരെണ്ണേ കാണുള്ളൂ. കാരണം ആ ഉള്ള ആൾക്കാരൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഒരാളെ ഉണ്ടാവുള്ളൂ. ആ റിയാക്ട് ചെയ്യുന്ന റിയാക്റ്റൻസിന്റെ എണ്ണം കൂടുതലാണ്, പ്രൊഡക്റ്റ് ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടായ റിയാക്ഷൻ. ഓക്കെ മക്കളെ, ദെൻ അടുത്ത ഹൈഡ്രജന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ലോറിനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഹൈഡ്രജനും ക്ലോറിനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് എന്തിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യും? സൺലൈറ്റിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്ത് ആരെ ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ ക്ലോറൈഡ് നോക്കി നിങ്ങൾ, H2ഉം Cl2ഉം റിയാക്ട് ചെയ്ത് HCl കിട്ടി. ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? യെസ്, ഇതും കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. നോക്കിയാൽ കാണാം, 2 റിയാക്ടൻസ് ഉണ്ട്, അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പ്രൊഡക്റ്റ് കിട്ടി. കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ കോമ്പിനേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ. അപ്പൊ നമ്മളിപ്പോ 2 ടൈപ്പ് റിയാക്ഷൻ പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും പഠിച്ചു, കോമ്പിനേഷൻ റിയാക്ഷനും പഠിച്ചു. ഇനി നമുക്ക് ഹൈഡ്രജന്റെ യൂസസിലോട്ട് പോവാം. ഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസ് കണ്ടു, കെമിക്കൽ റിയാക്ഷൻസ് കണ്ടു, പ്രിപ്പറേഷൻ കണ്ടു. ദെൻ ആരാണ് യൂസസിനെ പറ്റി പഠിക്കാം. മെയിൻ യൂസ്, കുറച്ച് കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷന് നമ്മുടെ ഹൈഡ്രജൻ നമുക്ക് ആവശ്യമുണ്ട്. ആരുടെ? അമോണിയ, മെത്തനോൾ പോലെ വളരെ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയ അമോണിയ, മെത്തനോൾ പോലെയുള്ള കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷന് നമുക്ക് ആവശ്യമുണ്ട്? ഹൈഡ്രജന് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ അൺസാച്ചുറേറ്റഡ് ഓയിലുകളെ സാച്ചുറേറ്റ് ചെയ്യാം. നമ്മുടെ ഓയിലുകൾ
നമ്മുടെ നോർമൽ നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ, അതുപോലെയുള്ള പല ടൈപ്പ് ഓയിലുകളുടെ വെളിച്ചെണ്ണ മാത്രമല്ല എക്സാമ്പിൾ പറഞ്ഞത്, അതുപോലെയുള്ള പല ഓയിലുകളെയും അതൊക്കെ അൺസാച്ചുറേറ്റഡ് ആൾക്കാരാണ്. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയ ബോണ്ടുകളുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്തരം അൺസാച്ചുറേറ്റഡ് ആയ ആൾക്കാരെ ആ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കി മാറ്റും. സാച്ചുറേറ്റഡ് ആക്കി മാറ്റാൻ നമുക്ക് ആരുടെ ആവശ്യമുണ്ട്? ഹൈഡ്രജന്റെ ആവശ്യമുണ്ട്. അൺസാച്ചുറേറ്റഡ് ഓയിലുകളെ സാച്ചുറേറ്റ് ചെയ്യാൻ ആസ് എ ഫ്യൂവൽ. ടീച്ചർ പറഞ്ഞില്ലേ റോക്കറ്റ് ഫ്യൂവൽ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹൈഡ്രജനെ. യെസ്, എന്താ കാരണം? അതിപ്പോ ഇത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടിയാ. അപ്പൊ ആസ് എ ഫ്യൂവൽ ആയിട്ട് നമ്മൾ ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർ ഫില്ലിംഗ് ബലൂൺസിന്റെ അകത്തുള്ളത് നമുക്കറിയാം ഹൈഡ്രജൻ ബലൂൺ ഏതൊരു കൊച്ചുകുട്ടി പറയുന്നതാണ് അല്ലെ, ഹൈഡ്രജൻ ആണ് അതിന്റെ അകത്ത് ഫില്ല് ചെയ്തേക്കുന്നത്. ആൻഡ് ഓൾസോ വാട്ടർ ഗ്യാസ് പോലെയുള്ള ഈ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ആ വാട്ടർ ഗ്യാസിന്റെ പ്രിപ്പറേഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ നമ്മുടെ ഹൈഡ്രജനെ അവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഗ്യാസിന്റെ പ്രിപ്പറേഷനും നമ്മൾ ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, യെസ്. അപ്പോ ഇനി നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ, ഒരു യൂസ് പറഞ്ഞല്ലേ. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഹൈഡ്രജന് കലോറിഫിക് വാല്യൂ ഹൈ ആണ്. ഹൈ കലോറിഫിക് വാല്യൂ ആണ്. എന്താ ഈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാല്? യെസ്, ഫ്യൂവലിന്, അതായത് നമ്മൾ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്ന സാധനമാണല്ലോ, എന്തായാലും കത്തിക്കുന്ന സാധനമാണ് അല്ലെ. അപ്പൊ ഫ്യൂവൽ ഒരു 1 യൂണിറ്റ് മാസ് ഫ്യൂവൽ എടുത്തിട്ട് നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് കമ്പഷൻ നടത്തണം. കംപ്ലീറ്റ്ലി ബേൺ ചെയ്യണം. അതായത് പ്ലാസ്റ്റിക് വരുന്ന പോലെ കുറച്ചുകൂടെ മാറ്റി വെക്കാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എത്രത്തോളം ഉണ്ടോ അതിന്റെ വാല്യൂ ആണ് കലോറിഫിക് വാല്യൂ. അത് നമ്മൾ പറയുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. ഇറ്റ് ഈസ് ദി ഹീറ്റ് എനർജി റിലീസ്ഡ് ഫ്രം 1 യൂണിറ്റ് മാസ് ഓഫ് that fuel on complete combustion. ഏത് ഫ്യൂവലിന്റെ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഫ്യൂവലിന് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി. എത്ര ഫ്യൂവൽ എടുക്കണം? 1 യൂണിറ്റ് മാസ് കേട്ടോ. അപ്പോൾ ഈ ഹൈഡ്രജൻ നമ്മൾ എല്ലാ ഫ്യൂവലിനെയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ഇത്രയാണെങ്കിൽ ഹൈഡ്രജൻ ഇത്രയാണ്. യെസ്, അത്രയും ഡ്രാസ്റ്റിക് ചേഞ്ച്, അത്രയും ഹയർ ആണ് ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ. സോ ഹൈഡ്രജൻ ഈസ് എ ബെസ്റ്റ് ഫ്യൂവൽ. ഹൈഡ്രജൻ ഫ്യൂവൽ ആണ് ഏറ്റവും ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ആള്. ഓക്കെ മക്കളെ, അപ്പോ ഈ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അപ്പൊ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് ഹൈ കലോറിഫിക് വാല്യൂ. ആൻഡ് ഓൾസോ നിങ്ങൾ ആലോചിച്ചേ, ഫ്യൂവല് കത്തിക്കുക അല്ലെ, നമ്മൾ ഫ്യൂവൽ കത്തുക. അപ്പൊ ഹൈഡ്രജൻ കത്തിയ നമുക്ക് ആരെ കിട്ടും? കത്താന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. ആരെ കിട്ടും? വാട്ടർ കിട്ടും. സോ നോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. നമ്മൾ സാധാരണ പെട്രോളും ഡീസലും കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ആയി, കാർബൺ ഡൈ ഓക്സൈഡ് ആയി, നാട്ടിലാത്ത എല്ലാ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളും പുറത്തേക്ക് വരും. പക്ഷെ നോക്കിയേ, ഹൈഡ്രജൻ കത്തിച്ചാൽ നോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ആൻഡ് ഓൾസോ ഹൈഡ്രജന്റെ അവൈലബിലിറ്റി വളരെ ഹൈ ആണ് അല്ലെ. നമ്മൾ ഒന്നും വേണ്ട, നമ്മൾക്കറിയാം ഭൂമിയുടെ മോസ്റ്റ് ഓഫ് ദി പാർട്ടും വാട്ടർ ആണ്, വെള്ളമാണ്. വെള്ളത്തിന് ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രജൻ കിട്ടും. അപ്പോൾ അവൈലബിലിറ്റി വെരി ഹൈ ആണ്. ബാക്കിയുള്ള ഫ്യൂവൽ പോലെയല്ല, ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അവൈലബിലിറ്റി ഈസ് വെരി ഹൈ. പ്രൊഡ്യൂസ്ഡ് ഫ്രം വാട്ടർ. ഇപ്പൊ തന്നെ പറഞ്ഞത് വാട്ടറിന്റെ ഇലക്ട്രോളിസിസ്, നമുക്ക് വാട്ടർ കുറച്ചെടുത്ത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോളിസിസ് ഒക്കെ അല്ലെ. ഇലക്ട്രിസിറ്റി കടത്തിവിടാം, കുറച്ച് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രജനെ കിട്ടും, ഓക്സിജനെ കിട്ടും. ഓരോ ഇലക്ട്രോഡുകളായിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് കിട്ടും. അപ്പോ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട് ഹൈഡ്രജനെ നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ. ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഒരു 3 സ്റ്റാർ ഇടാൻ മാത്രമുള്ള ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? അത് എപ്പോഴും ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. ഒന്നുകിൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഓർ ഡിസഡ്വാൻറ്റേജ്. ഇത്രയും ഉപയോഗമൊക്കെ ഉണ്ടായിട്ടും പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് വിഷവാതകമൊക്കെ പുറത്തേക്ക് തള്ളുന്ന ഈ പെട്രോളും ഡീസലും ഗ്യാസ് LPG ഒക്കെ നമ്മൾ കത്തിക്കേണ്ട ആവശ്യം? എന്നാ പിന്നെ എല്ലായിടത്തും ഹൈഡ്രജൻ അങ്ങോട്ട് ഉപയോഗിച്ചാൽ പോലെ. ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ട്. പിന്നെ എന്താ നമ്മൾ ഉപയോഗിക്കാത്തത്? ബിക്കോസ് അതിനേക്കാട്ടും വലിയ കുറച്ച് ലിമിറ്റേഷൻസ് ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെയാണ് ആ ലിമിറ്റേഷൻ? യെസ്, ഹൈഡ്രജൻ will burn explosively in air. നിങ്ങൾ 8ാം ക്ലാസ്സിലും കുഞ്ഞു ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളതാണ് സോഡിയത്തിന്. ഫോർ എക്സാമ്പിൾ, സോഡിയം വെള്ളത്തിലിട്ടാൽ കത്തും. കത്തലായി, പൊട്ടിത്തെറിയായി, ബഹളമായി, കത്തും. എന്താ അത് കത്താൻ കാരണം? അത് വെള്ളത്തിടുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ബേണിങ് നടക്കുന്നത്. ഇച്ചിരിക്കോളം പോകുന്ന ഹൈഡ്രജൻ വന്നപ്പോഴാണ് ഇത്രയും ഒച്ചയും ബഹളവും ഉണ്ടായത്. ആ സ്ഥിതിക്ക് ഇത്രയും ഹൈഡ്രജൻ എടുത്ത് നമ്മൾ ബേൺ ചെയ്താൽ എന്തായാലും എക്സ്പ്ലോസീവ്ലി അത് ബേൺ ചെയ്യും അല്ലെ.
അപ്പൊ പ്രശ്നമാവും. അപ്പൊ കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യണം. അപ്പൊ അതൊക്കെ വലിയ പണിയാണ്. അപ്പൊ ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് എക്സ്പ്ലോസീവ്ലി ഇൻ എയർ. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് ഒരുപാട് അങ്ങ് LPG ഒക്കെ അങ്ങ് കംപ്രസ് ചെയ്ത് ഗ്യാസ് സിലിണ്ടറിൽ നിറച്ചതുപോലെ ഹൈഡ്രജനെ നമുക്ക് നിറയ്ക്കാൻ അത്ര ഈസി അല്ല. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറിംഗ് ഓഫ് ദി ഹൈഡ്രജൻ ഗ്യാസ് ഈസ് നോട്ട് ഈസി. ഡിസ്ട്രിബ്യൂഷനും ഈസി അല്ല, സ്റ്റോറിംഗും ഈസി അല്ല. അപ്പൊ ഇത് രണ്ടും ഹൈഡ്രജൻ ഗ്യാസിന്റെ വലിയ ലിമിറ്റേഷൻസ് ആണ്. ഈ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ ഫ്യൂവല് നമ്മൾ അധികം ഉപയോഗിക്കാത്തത്. സ്റ്റാർ ഇടണം ബിക്കോസ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ആൻഡ് കലോറിഫിക് വാല്യൂവിന്റെ കാര്യം ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മക്കളെ, ദെൻ ഹൈഡ്രജനെ പറ്റി ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മുടെ ഓക്സിജനിലേക്ക് പോവാം. ഓക്സിജൻ. അപ്പൊ ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ, യൂസസ്, പ്രോപ്പർട്ടീസ് and then chemical reactions, അതിന്റെ അകത്ത് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് കോമ്പിനേഷൻ റിയാക്ഷൻ ആൻഡ് ലാസ്റ്റ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ, അതിന്റെ ലിമിറ്റേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ്. അത്രയാണ് ഹൈഡ്രജൻ ഉണ്ടായിരുന്നത്. പോയി. ഇനി then ഓക്സിജൻ, the most abundant element in the earth's crust. അപ്പോ നൈട്രജനെ പറ്റി എന്താ പറഞ്ഞത്? നൈട്രജൻ അറ്റ്മോസ്ഫിയറിക് എയറിലെ മോസ്റ്റ് അബണ്ടന്റ് ആയ ഗ്യാസ്. ഇത് എർത്ത് ക്രസ്റ്റിലെ മോസ്റ്റ് അബണ്ടന്റ് ആയ ഗ്യാസ് അല്ല, എലമെന്റ്. the most abundant element in the earth crust. അറ്റ്മോസ്ഫിയറിക് എയർ അല്ല, എർത്ത് ക്രസ്റ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിന്റെ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓക്സിജൻ, അപ്പൊ ആളെ പറ്റി പഠിക്കാം അല്ലെ. ഓക്സിജൻ നമുക്കൊക്കെ അറിയാം, നമ്മള് വലിച്ച് അകത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയർ തന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ബ്രീത്ത് ഓഫ് ലൈഫ് ആണ് ആര്? നമ്മുടെ ഓക്സിജൻ. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനില് നമുക്കറിയാം, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലരൊക്കെ നേരിട്ടും കണ്ടിട്ടുണ്ടാവും. എന്താ, ആൾക്കാർക്ക് നമ്മള് മാസ്ക്, ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുക്കുന്നത് അല്ലെ. ചില ആൾക്കാർ അതിന്റെ ഹെൽപ്പോട് കൂടി മാത്രം ശ്വസിക്കുന്നത്. യെസ്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നോൺ മെറ്റൽ ആരാണ്? ഓക്സിജൻ ആണ്. ഓക്കെ മക്കളെ, യെസ്. അപ്പൊ നമുക്ക് എങ്ങോട്ട് കിടക്കാം? നമ്മുടെ ഓക്സിജന്റെ ഇത്രയും കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കണ്ടേ? യെസ്, എങ്ങനെയാണ് നമ്മൾ ഓക്സിജനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. യെസ് സർ, നോക്കിയേ, നമ്മൾ ആരെയാ എടുത്തു വെച്ചേക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുത്തു വെച്ചേക്കുക. ആളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. യെസ് ആണ്, ഹീറ്റ് ചെയ്തോളൂ. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, അതിനകത്ത് നിന്ന് ഒരു ഗ്യാസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ഗ്യാസ് ആണെന്നറിയാൻ എഗെയിൻ നമ്മൾ ഒരു ഇൻസെൻസ് സ്റ്റിക്ക് എടുത്ത് കാണിക്കുകയാണ്. കാണിച്ചു കൊടുത്തോളൂ. കാണിച്ചു, അത് ബേൺ ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലായി? യെസ്, ഉണ്ടായി കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന പോപ്പ് സൗണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല, അങ്ങ് കത്തിയേ ഉള്ളൂ. അപ്പൊ അതെന്താണ്? അത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ലാബ് പ്രിപ്പറേഷൻ. ഓക്കെ മക്കളെ, ഓക്സിജന്റെ ലാബ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ഹീറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഓക്സിജൻ കിട്ടും. യെസ് ആണ്, മാറ്റി. ഓക്കെ, അപ്പൊ നോക്കിയ മക്കളെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്ത, അത് ഡീകമ്പോസ് ചെയ്ത, നോക്കി നിങ്ങള്, ആകെ ഒരൊറ്റ റിയേജന്റേ നമുക്കുള്ളൂ, വേറെ ഒരാളും ഇല്ല ഇതിനകത്തല്ല, ഒരൊറ്റ റിയേജന്റേ ഉള്ളൂ. അയാൾക്ക് നമ്മൾ ഹീറ്റ് കൊടുത്തപ്പോൾ അതിന് തെർമൽ ഡീകമ്പോസിഷൻ സംഭവിച്ചു. എന്താ സംഭവിച്ചേ? തെർമൽ ഡീകമ്പോസിഷൻ സംഭവിച്ച് ആരൊക്കെ കിട്ടി? നോക്കിക്കോ നിങ്ങള്, K2MnO4 കിട്ടി, MnO2 കിട്ടി, ആൻഡ് നമുക്ക് ആവശ്യമുള്ള ഓക്സിജനെ കിട്ടി. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഓക്സിജനെയും കിട്ടി. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ ഓക്സിജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ആവശ്യമുള്ള റിയേജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്സിജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ആവശ്യമുള്ള റിയേജന്റ് ആരാ? റിയേജന്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ബാക്കിയുള്ള കേസിലായി 1-2 ആൾക്കാരൊക്കെ പറയാനുണ്ടല്ലോ, അതില്ല, ഒരാളേ ഉള്ളൂ. അയാളെ പിടിച്ച് ഹീറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഓക്സിജനെ കിട്ടും. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെയൊക്കെ ഇക്വേഷൻ പഠിക്കുക തന്നെ വേണം. ഓക്കെ മക്കളെ, അപ്പൊ അത് പഠിച്ചു വെക്കാം. ദെൻ അപ്പൊ ഓക്സിജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ കഴിഞ്ഞു. ലബോറട്ടറി പ്രിപ്പറേഷൻ അങ്ങനെയാണെങ്കിലും നമുക്ക് വേറൊരു പ്രിപ്പറേഷനും കൂടി ഉണ്ട് ഓക്സിജൻ. നമ്മളിപ്പോ ഹൈഡ്രജന്റെ കേസ് പറഞ്ഞപ്പോഴും അത് പറഞ്ഞു. എന്താ? വാട്ടറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ. യെസ്, വാട്ടറിനെ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് ബാറ്ററി വെച്ച് കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രജനെയും ഓക്സിജനെയും കിട്ടും.
അപ്പൊ ഓക്സിജന്റെ മറ്റൊരു പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് എന്ത്? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഇലക്ട്രോളിസിസ്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ആ റിയാക്ഷനും നോക്കുക. എന്താണ് ഈ റിയാക്ഷന്റെ ഒക്കെ ഒരു പ്രത്യേകത? ഇവരൊരു പ്രത്യേക ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടിരുന്നു, കോമ്പിനേഷൻ കണ്ടിരുന്നു. ഇതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നമുക്കറിയാം നേരത്തെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തപ്പോ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്ത് ഈ പറഞ്ഞ അത്രയും പ്രൊഡക്റ്റിനെ നമുക്ക് കിട്ടിയ കാര്യം പറഞ്ഞു. ഇതേ മോഡല് വാട്ടറിനെ എടുത്ത് അതിനകത്തോട്ട് ഹീറ്റ് അല്ല കൊടുത്തത്, ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോ നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും കിട്ടി. അതും ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എന്താ ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോമിംഗ് two or more products due to the decomposition of a compound. ഒരു കോമ്പൗണ്ടിന്റെ ഡീകമ്പോസിഷൻ കാരണം രണ്ടോ അതിൽ കൂടുതലോ പ്രൊഡക്റ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ ഈ തന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഡീകമ്പോസിഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. സോഡിയം ക്ലോറൈഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ സോഡിയം ക്ലോറിനായിട്ട് മാറും. പൊട്ടാസ്യം ക്ലോറൈറ്റ് ഹീറ്റ് കൊടുത്താൽ പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനും ആയിട്ട് മാറും. ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തു, അതും ഡീകമ്പോസിഷൻ നടത്തി കഴിഞ്ഞാൽ വാട്ടറും ഓക്സിജനും കിട്ടും. അപ്പൊ ഇതെല്ലാം ഡീകമ്പോസിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ കുറെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ തന്നിട്ട് അതിനകത്ത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഒരൊറ്റ റിയേജന്റ് ഉണ്ടാവും. അതിന് ഒരൊറ്റ റിയേജന്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് ഡീകമ്പോസിഷൻ നടന്നിട്ടാണ് രണ്ടോ അതിൽ കൂടുതലോ പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കാം. അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഓക്സിജന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. കളർ. പിന്നെ നമ്മൾ വലിക്കുന്ന ഓക്സിജന് കുറെ കളർ ഉണ്ടല്ലോ, എന്നാ പിന്നെ മൊത്തം എയർ അങ്ങനെ കളർ പോലെ ഇരിക്കും അല്ലെ? കളർ ഇല്ല. ഇറ്റ് ഈസ് കളർലെസ്. ഓർഡർ. സ്മെല്ല് വലിച്ചപ്പോഴും പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓർഡർലെസ്. നോ ആണ് അല്ലെ? സ്മെല്ലില്ല. അതിന് കളർ പ്രത്യേകിച്ച് സ്മെല്ലും ഇല്ല, കളറും ഇല്ല. ഇനി സോല്യൂബിലിറ്റി. വാട്ടറിൽ സോല്യൂബിൾ ആണോ? വാട്ടറിൽ സോല്യൂബിൾ അല്ലെങ്കിൽ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ അകത്തുള്ള ആ കാണുന്ന മീനൊക്കെ പിന്നെ എന്ത് ശ്വസിക്കും? യെസ്, വാട്ടറിൽ സോല്യൂബിൾ ആണ്. അതുകൊണ്ടാണ് അതിനകത്ത് സോല്യൂബിൾ ആയിരിക്കും, അവർക്കൊക്കെ സുഖമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നത്. അപ്പൊ സോല്യൂബിൾ ആണ്. നേച്ചർ ഓഫ് കമ്പഷൻ. ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണോ, ബേൺ ചെയ്യുന്ന ആളാണോ, അതോ ബേൺ ചെയ്യാത്ത ആളാണോ? നേച്ചർ ഓഫ് കമ്പഷൻ എങ്ങനെയായിരിക്കും? യെസ്, ഇറ്റ് ഹെൽപ്സ് ബേണിങ്. നമ്മുടെ അടുപ്പിലൊക്കെ കുറച്ച് വിറകൊക്കെ ഇങ്ങനെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ടാവും. അമ്മ നോക്കാം, കുറച്ച് വിറകൊക്കെ കുറെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. തീ കത്തില്ല. കാരണം എന്താ? നമുക്ക് അവിടെ ഓക്സിജന്റെ പാസേജ് ഉണ്ടെങ്കിലേ തീ കത്തുള്ളൂ. യെസ്, ഈ ഓക്സിജൻ ആണ് ബേൺ ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ബേണിംഗ് ഓക്സിജൻ. ഓക്കെ. യെസ്, ഡെൻസിറ്റിയോ? ഇനി ഡെൻസിറ്റി എങ്ങനെയാണ്? എയറിനേക്കാൾ കൂടുതലാണ്. മോർ ദാൻ ദാറ്റ് ഓഫ് എയർ ആണ് ഡെൻസിറ്റി. ഓക്കെ മക്കളെ, അപ്പൊ അത്രയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഓക്സിജന്റെ റിയാക്ഷൻസിലേക്ക് കടക്കാം. ഓക്സിജന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ളത് കമ്പഷൻ. കത്തുക. ടീച്ചർ പറഞ്ഞു എന്ത് ഓക്സിജനുമായി റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താ? അത് കത്തി എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബേൺ ചെയ്തു. യെസ്, ബേണിംഗ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഓക്സിജൻ ഈസ് കോൾഡ് കമ്പഷൻ. ഓക്കെ. യെസ്, അപ്പോ ഒരു സബ്സ്റ്റൻസിന്റെ ബേണിംഗ് ഓക്സിജന്റെ പ്രസൻസിൽ, അതാണ് എന്ത് മക്കളെ? കമ്പഷൻ. അപ്പൊ എക്സാമ്പിള് ഇതൊക്കെ അതിന്റെ എക്സാമ്പിളാ. കാർബൺ ബേൺ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഹൈഡ്രജൻ ബേൺ ചെയ്താൽ വാട്ടർ കിട്ടും. സൾഫർ ബേൺ ചെയ്താൽ സൾഫർ ഡയോക്സൈഡ് കിട്ടും. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതെല്ലാം കമ്പഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ. യെസ്, അപ്പോ ഇപ്പൊ എത്ര ടൈപ്പ് റിയാക്ഷൻ നമ്മൾ കണ്ടു? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കണ്ടു, കോമ്പിനേഷൻ റിയാക്ഷൻ കണ്ടു, ആൻഡ് കമ്പഷൻ റിയാക്ഷൻ കണ്ടു, ദെൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ കണ്ടു. ഒരു 3-4 ടൈപ്പ് റിയാക്ഷൻ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും പഠിച്ചപ്പോൾ തന്നെ കണ്ടു അല്ലെ? ഓക്കെ. ദെൻ അപ്പോ ഇനി ഓക്സിജനുമായി റിലേറ്റ് ചെയ്തൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ അലൂമിനിയം, അയേൺ തുടങ്ങിയ ആൾക്കാരൊക്കെ ഗ്രാജുവലി അതിന്റെ കളർ ഫെയ്ഡ് ചെയ്തു പോകും അല്ലെ? നമ്മൾ കുറച്ച് അലുമിനിയം പാത്രമൊക്കെ മേടിക്കുമ്പോൾ നല്ല തിളക്കമാണ്, നല്ല ഭംഗിയുണ്ട്, കലമൊക്കെ നല്ല തിളക്കമുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിന്റെ കളറൊക്കെ മങ്ങിപ്പോയി. എന്താ കാരണം? അലുമിനിയം പൊട്ടിയിട്ടാണോ? അല്ല. യെസ്, ആ മെറ്റലുകള് ഈ പറയുന്ന ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നു. ആ ഓക്സൈഡിന്റെ ഫോർമേഷൻ ആണ് എന്തിന് കാരണം? അവരുടെ കളർ ഫെയ്ഡ് ആവാനുള്ള കാരണം.
ഓക്കെ മക്കളെ, അപ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സൈഡ് ഫോം ചെയ്യും. ആ ഓക്സൈഡിന്റെ ഫോർമേഷൻ ആണ് ഇവരുടെ ആ തിളക്കം നഷ്ടപ്പെടാനുള്ള കാരണം. ഓക്കെ, യെസ്. നമുക്ക് ലാസ്റ്റ് ഓക്സിജനിലേക്ക് കടക്കാം. പ്രോപ്പർട്ടി പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു, കെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞു. ഇനി എന്തിലേക്ക് കടക്കാം? ഓക്സിജന്റെ യൂസസിലേക്ക് കടക്കാം. എന്തൊക്കെ? കമ്പഷൻ വേണ്ടി. ആദ്യത്തെ കാര്യം കമ്പഷൻ അല്ലെ, കത്തിക്കാൻ എന്തായാലും ആര് വേണം? ഓക്സിജൻ വേണം. പിന്നെ റോക്കറ്റ് ഫ്യൂവലുകളിൽ ഓക്സിഡന്റ് ആയിട്ട്, എന്താ ഓക്സിഡന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആര് യൂസ് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ് അല്ലെ. യെസ്, നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഹെൽത്ത് ഇൻഡസ്ട്രി അല്ല, സോറി, ഹെൽത്ത് നമ്മുടെ ഹോസ്പിറ്റൽസിലും കാര്യങ്ങളൊക്കെ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് അല്ലെ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് ഓക്സിജൻ ആവശ്യമാണ്. ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ്, അതായത് വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് ശുദ്ധീകരിച്ചെടുക്കാം, അതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം അല്ലെ, ശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് ആരുടെ ആവശ്യമുണ്ട്? നമ്മുടെ ഓക്സിജന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് ഓൾസോ. ഓക്കെ മക്കളെ, അപ്പൊ അത്രയാണ് നമ്മൾ ഓക്സിജന്റെ യൂസസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇങ്ങോട്ട് കടക്കുന്നത് ഓസോൺ. ഓസോൺ എന്ന് പറയുമ്പോൾ ആരാണ്? ഓക്സിജൻ. നോക്കിയാൽ കാണാല്ലേ, ഓക്സിജൻ നമുക്കറിയാം എന്താ, ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്, O2 ആണ്. ഇതെന്താ O3 എന്ന് എഴുതിയേക്കുന്നത്? യെസ്, 2 ആറ്റം ഉണ്ടെങ്കിൽ, ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ അത് ഓക്സിജൻ മോളിക്യൂൾ ആണ്. പക്ഷെ 3 ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ, സർ 3 ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ അത് എന്താണ് മക്കളെ? അത് ഓസോൺ മോളിക്യൂൾ ആണ്. ഈ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാൽ നമുക്ക് ആരെ കിട്ടും? ഓസോൺ മോളിക്യൂൾ കിട്ടും. നോക്കിയാൽ നിങ്ങൾ, ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ഉള്ള ഓസോൺ മോളിക്യൂൾ നമുക്ക് കിട്ടും, O3. അതിന്റെ പേരാണ് O3. ഓക്കെ, ഓസോൺ. അപ്പൊ ഓസോണിനെ പറ്റി നമുക്ക് ഈ ഓക്സിജന്റെ കൂടെ തന്നെ ഓസോണിനെ പറ്റിയും പഠിക്കാനുണ്ട്. യെസ്, നമ്മളെല്ലാവരും ഈ ഓസോണിന്റെ ഓസോൺ എന്നുള്ള വാക്ക് കുറെ വട്ടം കേട്ടിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം, എർത്ത് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ലെയറുകൾ ഉണ്ട് അല്ലെ. യെസ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അങ്ങനെ ഒരുപാട് ലെയറുകൾ എവിടെയുണ്ട്? നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിലുണ്ട്. അതിൽ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ആളാണ് ആര്? യെസ്, നമ്മുടെ ഓസോൺ. ഓക്കെ, ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ എങ്ങനെയാണ് സത്യത്തിൽ ആക്ട് ചെയ്യുന്നത്? എന്തിനാ ഈ ഓസോൺ ലെയറിന്റെ ആവശ്യം? നമുക്ക് എത്ര അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്, പിന്നെ എന്തിനാ ഓസോൺ ലെയറിന്റെ ആവശ്യം? എന്താ ഓസോൺ ലെയർ? ഓസോൺ അതല്ല, ഒരു ഓസോണിന്റെ പിക്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ നോക്കിയാൽ, നിങ്ങൾ എർത്ത് എടുത്ത് നോക്കിയേ. യെസ്, ഈ എർത്തിന് നമുക്കറിയാം സൺലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ. ഇതിന്റെ കൂടെ ഒരുപാട് UV റേസും കൂടെ നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നുണ്ട്. ആ UV റേസ് യെസ് നമ്മുടെ മേലെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ സെൽസ് അല്ലെ, നമുക്കൊന്നും നല്ലതല്ല. യെസ്, ഒരുപാട് അറ്റ്മോസ്ഫിയർ ഈ പറയുന്ന UV റേസിന് നമ്മൾ എന്താ പറയുന്നത്, എക്സ്പോഷർ കിട്ടുന്നത് നമുക്ക് അത്ര നല്ലതല്ല. അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആളാണ് നമ്മുടെ ഒരു കുട പോലെ ഇങ്ങനെ നിന്ന് ഭൂമിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഓസോൺ ലെയർ. അപ്പോ എങ്ങനെയാണ് ഈ ഓസോൺ ലെയർ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ? യെസ് സർ, ആനിമേഷൻ തന്നെ ഞങ്ങൾ ഓസോൺ ലെയർ ഉണ്ടാവുന്നത് എങ്ങനെ പറയട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ, ഒരുപാട് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയാം. ഈ പറഞ്ഞ UV ലൈറ്റ് ഒക്കെ തട്ടി, UV റേസ് ഒക്കെ തട്ടി കഴിയുമ്പോൾ ഈ ഓക്സിജൻ, നമ്മുടെ ഹീറ്റും ലൈറ്റ് ഒക്കെ തട്ടി ഈ ഓക്സിജൻ മോളിക്യൂൾ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. നോക്കിയാൽ നിങ്ങൾ, O2 ആയിരുന്നു, അത് ഓക്സിജൻ ആറ്റമായിട്ട് O2 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറി. ആ ഓക്സിജൻ ആറ്റം പോയിട്ട് എന്ത് ചെയ്യും? എഗെയിൻ ബാക്കി വേറെ കുറെ ഓക്സിജൻ മോളിക്യൂൾസ് അവിടെ ഉണ്ടല്ലേ, ആ ഓക്സിജൻ മോളിക്യൂളുമായി റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും? O3 മോളിക്യൂൾസ് ഫോം ചെയ്യും. O3 മോളിക്യൂൾസ്, അതാണ് നമ്മുടെ ഓസോൺ. O3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഓസോൺ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓസോൺ മോളിക്യൂൾസ് വന്ന് ഒരു ഓസോൺ ലെയർ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇരിപ്പുണ്ട്. ഓസോൺ ലെയർ ഫോം ചെയ്യുന്നു. ഓക്കെ മക്കളെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഓസോൺ ലെയർ ഫോർമേഷൻ അങ്ങനെയാണ്. ആദ്യം ഓക്സിജൻ മോളിക്യൂൾ ആയിരുന്നു, അത് യെസ് UV റേസ് ഒക്കെ തട്ടി അത് ഓക്സിജൻ ആറ്റമായിട്ട് മാറി. ദെൻ ഓക്സിജൻ ആറ്റം അഗൈൻ ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് O3 ആയിട്ട് മാറി. O2 + 1 O എന്തായിരിക്കും? O3 അല്ലെ, O3 മോളിക്യൂൾസ് ആയിട്ട് മാറി. ഓക്കെ, യെസ് സാർ, മാറ്റോ.
അപ്പൊ ഓസോണിന്റെ ഫോർമേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇതേ പറഞ്ഞ ഈ ഓക്സിജൻ മോളിക്യൂൾസ് ഓസോൺ ആയ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. എഗെയിൻ ഈ O3 എന്ത് സംഭവിക്കും? ഈ UV റേസ് തട്ടി കഴിഞ്ഞാൽ എഗെയിൻ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആറ്റം ആയിട്ട് മാറും. ഇതൊരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ആദ്യം കുറച്ച് ഓക്സിജൻ ഉണ്ടാവുന്നു, അത് UV റേസ് തട്ടിയിട്ട് ഓസോൺ ആയിട്ട് മാറുന്നു, എഗെയിൻ ഓസോൺ ഉണ്ടാവുന്നു, ഓസോൺ UV റേസ് തട്ടി എഗെയിൻ ഓക്സിജൻ ആയിട്ട് മാറുന്നു. ഇത് ഇങ്ങനെ ഒരു വട്ടം ഒരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. യെസ്, O2 O3 ആയിട്ട് മാറും, O3 O2 ആയിട്ട് മാറും. ഓക്കെ, ഓക്സിജൻ O3 ആവുന്നു, O3 O2 ആവുന്നു. അതൊരു സൈക്കിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പറഞ്ഞ ഓക്സിജൻ ഓസോണിന്റെ ഫോർമേഷൻ നമുക്ക് കുറച്ചൊരു പോയിന്റ്സ് ആയിട്ട് പറയണോ അല്ലെ. എന്താ? ആദ്യം അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഹൈ എനർജി ആയിട്ടുള്ള UV റേസിനൊക്കെ അബ്സോർബ് ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജൻ ആറ്റം ആയിട്ട് മാറുന്നു. ദെൻ ഓക്സിജൻ ആറ്റം തമ്മിൽ കമ്പൈൻ ചെയ്ത് ഓക്സിജൻ മോളിക്യൂളായി കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു? O3 മോളിക്യൂൾ ആയിട്ട് മാറുന്നു. അതാണ് ഫോർമേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ ഫോം ചെയ്ത ഓസോൺ എഗെയിൻ ഇതുപോലെ തന്നെ ഡിപ്ലീറ്റ് ചെയ്ത് ഓക്സിജൻ ആറ്റം ആയിട്ട് മാറുന്നു. ഇത് ഇങ്ങനെ ഒരു സൈക്ലിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. പക്ഷേ ഇപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് പറയാണ് ഓസോണിൽ എന്തോ വിള്ളല് വീണു, ഓസോൺ എന്തോ ഡിപ്ലീഷൻ സംഭവിച്ചു. സർ എവിടെ നമ്മുടെ ഓസോൺ? നമ്മൾ പറഞ്ഞു ഒരു കൊട പോലെ എന്താണ് എർത്തിന്റെ മുകളിൽ ഇങ്ങനെ ആരിയ്ക്കുകയാണ്? ഓസോൺ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ്. അയാളുടെ അടുത്തേക്ക് നോക്കിയേ, ഓസോണ് വിള്ളല് വീണ് കഴിഞ്ഞ എന്താ പ്രശ്നം? എന്താ? ഈ വരുന്ന നമ്മുടെ സൺലൈറ്റ് UV റേസ് എല്ലാം അകത്തോട്ട് കയറുന്നു. നമ്മുടെ എർത്തിലെ ആൾക്കാരെ ആയാലും എർത്തിനെ ആണെങ്കിലും ബാക്കിയുള്ള മറ്റ് സസ്യജാലങ്ങളെ ആയാലും എല്ലാവരും എന്ത് ചെയ്യുന്നു? അത് ബാധിക്കുന്നു അല്ലെ. ആ വരുന്ന UV റേസ് UV ലൈറ്റ് അതിനെല്ലാം പ്രശ്നമാകും, നമുക്കൊക്കെ പ്രശ്നം വരും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന ഓസോണിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ അൾട്രാ വയലറ്റ് റേസിനെ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ റിഡ്യൂസ് ദ അബ്സോർപ്ഷൻ ഓഫ് UV റേസ്. UV റേസിന്റെ അബ്സോർപ്ഷൻ ശരിയാണല്ലേ. ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടന്നു കഴിഞ്ഞാൽ UV റേസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആണ്, അത് പറയും. എന്തുകൊണ്ട്? ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. എന്താ കാര്യം? എങ്ങനെയാണ് അതിന് വിള്ളല് വീഴുന്നത്? ഇതിന്റെ മെയിൻ കാരണം ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന CFC ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന CFC ആണ് ഈ ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് കാരണം. എവിടെ നിന്നാ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എർത്തിലോട്ട് വരുന്ന, അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന? നമ്മുടെ AC, ഫ്രിഡ്ജ് പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് അതിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ഒരു ഗ്യാസ് ആണ് CFC എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ. അറിയാം, ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, കാർബൺ ഉണ്ട്. അങ്ങനെ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ ഉള്ളത് അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞ് അവിടെ UV ലൈറ്റിന്റെ ആക്ഷൻ കാരണം അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആര്? ഈ CFC എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്തുള്ള ക്ലോറിൻ സംഭവിക്കുന്നു. ഈ പറഞ്ഞ ക്ലോറോ ഫ്ലൂറോ കാർബൺ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ UV ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റിലീസ് ക്ലോറിൻ ആറ്റംസ്. അത് ക്ലോറിൻ ആറ്റങ്ങൾ റിലീസ് ചെയ്യാൻ കാരണമാവും. ഈ ക്ലോറിന്റെ പ്രത്യേകത എന്താ? ഈ ക്ലോറിൻ ഓസോൺ മോളിക്യൂളിനെ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആക്കി മാറ്റും. നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ O2 മോളിക്യൂള് UV ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ ആറ്റമായിട്ട് മാറി, ഓക്സിജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്ത് ഓസോൺ ഉണ്ടായി. ഉണ്ടായ ഓസോണിൽ കുറച്ച് പേര് പിന്നെയും UV ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ ആറ്റമായി മാറി. അവരങ്ങനെ നല്ല സ്റ്റേബിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ അവരുടെ ആക്ഷൻസ് ഒക്കെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന CFC അങ്ങോട്ട് ചെന്ന് അത് ഡീകമ്പോസ് ചെയ്ത് ക്ലോറിൻ ആറ്റം പുറത്തോട്ട് വന്ന് ആ ക്ലോറിൻ ആറ്റം പോയിട്ട് കുറച്ചും കൂടെ ഓസോൺ മോളിക്യൂൾ എന്താക്കി മാറ്റി? ഓക്സിജൻ ആക്കി മാറ്റി. അവിടെ ഓൾറെഡി നല്ലൊരു ഇക്വിലിബ്രിയത്തിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു പ്രശ്നമില്ലാതെ. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ക്ലോറിൻ ആറ്റം ചെന്ന് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കിയിട്ട് കുറച്ചധികം ഓസോൺ മോളിക്യൂളിനെ ഓക്സിജൻ ആക്കി മാറ്റി. It will disturb the equilibrium in the ozone oxygen cyclic process. നമ്മളിപ്പോ തന്നെ കണ്ട ഈ സൈക്ലിക് പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ അത് കാരണമാവും. ഓക്കെ, അപ്പൊ കൂടുതൽ ഓസോൺ ഉണ്ടാവുന്നതിനേക്കാളും സ്പീഡില് കൂടുതൽ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്തു പോകും. ഓസോൺ ഡിപ്ലീറ്റ് ചെയ്തു പോയാൽ പിന്നെ UV റേനെ ആര് അബ്സോർബ് ചെയ്യും? അവിടെ അബ്സോർബ് ചെയ്യാൻ ആരുമില്ല അല്ലെ. It will cause the depletion of ozone layer and it will decrease the absorption of UV rays.
ഓക്കെ മക്കളെ, അപ്പൊ അത്രയാണ് അതിന് പറയാനുള്ളത്. അപ്പൊ ആ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റ്സ് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ എങ്ങനെയാണ് ഈ പറഞ്ഞ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടത്തുന്നതെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് ഡിപ്ലീഷൻ നടക്കുന്നത് കൊണ്ട് UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് കുറയുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ മക്കളെ, അത്രയും. ദെൻ നമുക്ക് പറയാം എങ്ങനെ കുറയ്ക്കാം ഈ പറഞ്ഞ ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷൻ. നമുക്ക് എങ്ങനെ കുറയ്ക്കാം? യെസ്, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി ആ പറയുന്ന CFC മാറ്റിയിട്ട് സേഫ്. ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. ഇപ്പൊ നോർമലി നമ്മൾ ഇപ്പൊ വരുന്ന യെസ് മോഡേൺ ടെക്നോളജി ഇപ്പൊ എല്ലാ സാധനങ്ങളിലൊക്കെ CFC ഒക്കെ മാറി തുടങ്ങി, വേറെ വേറെ സാധനങ്ങളായി തുടങ്ങി. വി ക്യാൻ റീപ്ലേസ് ദിസ് ഹാർംഫുൾ CFC വിത്ത് സേഫർ സബ്സ്റ്റൻസസ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ റേറ്റ് ഓഫ് ഡിപ്ലീഷൻ ഒക്കെ കുറയും അല്ലെ, ഓസോൺ ലെയറിന്റെ റേറ്റ് ഓഫ് ഡിപ്ലീഷൻ ഒക്കെ കുറയും. സ്പീഡ് പതുക്കെ. അപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത നമ്മള് ഈ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. കൊറോണ ടൈമില് ഒരുപാട് വണ്ടികൾ പുറത്തില്ല, ആൾക്കാർ പുറത്തില്ല, നേച്ചർ ഹീൽ ചെയ്യുന്ന സമയമായിരുന്നു എന്ന്. കാരണം എന്താ, ഓസോൺ പാളിയിലെ വിള്ളലൊക്കെ കുറഞ്ഞിരുന്നു എന്ന്. ഇപ്പൊ ആർട്ടിക് ഏരിയകളിലൊക്കെയാണ് ഈ പറയുന്ന ഓസോൺ ലെയറിന് വിള്ളലൊക്കെ വീണിട്ടുള്ളത് അല്ലെ. ആ ഭാഗമൊക്കെ കുറച്ചൊക്കെ ആയിട്ട് പാച്ചപ്പ് ചെയ്ത് അവര് തിരിച്ച് ഈ പ്രോസസ് സ്പീഡ് കുറഞ്ഞാൽ തന്നെ ഓസോൺ അവിടെ ഉണ്ടായിക്കോളും, ഒരു കുഴപ്പമില്ല. ഇത് അതിനേക്കാൾ സ്പീഡിൽ ഉണ്ടാവുന്ന ഓസോൺ ഒക്കെ പോവല്ലേ, ഓക്സിജൻ ആയിട്ട് മാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അത് കുറഞ്ഞു, ഓസോൺ ലെയറിന്റെ വിള്ളലൊക്കെ കുറഞ്ഞ കാര്യമൊക്കെ കേട്ടിരുന്നു. അപ്പൊ തിരിച്ച് പഴയ പോലെ ഉണ്ടാവും, വലിയ മറ്റൊന്നും ഉണ്ടാവില്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഓസോൺ ലെയറിനെ സേവ് ചെയ്യാന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലേ. ഇനി എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ. ഈ UV ലൈറ്റ്സ് അപ്പൊ തട്ടിയപ്പോ എന്താ UV റേസ് തട്ടിയപ്പോ ഒരു കുഴപ്പം? നിങ്ങൾ ഈ ചുമ്മാ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാ സാധനത്തിലും UV റേസിനെ തടഞ്ഞു നിർത്തുന്ന സാധനങ്ങൾ അല്ലെ. നമ്മളിപ്പോ നോർമൽ കോസ്മെറ്റിക്സ്, പിന്നെ എന്താ പറയാ സാധനം പറയാ നമ്മള് സൺസ്ക്രീൻ, അങ്ങനെ സാധനങ്ങളിലൊക്കെ യെസ്, അതിലൊക്കെ നമുക്ക് അതിന്റെ ഒക്കെ നോർമൽ ആയിട്ടുള്ള കോസ്മെറ്റിക്കുകളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും എന്ത്, ഈ UV ലൈറ്റിന്റെ പ്രൊട്ടക്ഷൻ. എന്താ സംഭവം? എന്തുകൊണ്ടാണ് UV ലൈറ്റ് പ്രൊട്ടക്ഷൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത്? കാരണം അത് തട്ടിക്കഴിഞ്ഞാൽ യെസ് നമുക്ക് ഒരുപാട് നോർമൽ ആയിട്ടുള്ള അയ്യോ ഇത് തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ അതൊന്നല്ല പ്രശ്നം. സ്കിൻ ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾ വരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പൊ സൺസ്ക്രീൻ ഒക്കെ പറ്റാനുള്ളത് ഇപ്പൊ ലൈഫിന്റെ ഭാഗമായി തുടങ്ങിയെന്ന്. അത് എല്ലാരും പറ്റണമെന്ന് നിർബന്ധമായി തുടങ്ങി. കാരണം എന്താ, ഇല്ലെങ്കിൽ ഇതുപോലെ ചൂട്, ഈ പറയുന്ന UV റേസ് ഇതൊക്കെ കാരണം ഇന്ന് സംഭവിക്കും, ഇങ്ങനെയുള്ള രോഗങ്ങൾ വരെ വരുന്ന സിറ്റുവേഷൻ എത്തി. അപ്പൊ ഓസോൺ ലെയറിനെ സേവ് ചെയ്യാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഓക്സിജന്റെ കേസിൽ ഓക്സിജന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ നമ്മൾ ഓസോൺ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കും കൂടെ നമ്മൾ അതിൽ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലോറിൻ ആണ്. നമ്മുടെ ക്ലോറിന്റെ പ്രത്യേകത എന്താ? ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ഉള്ള നമ്മുടെ ക്ലോറിൻ നമുക്ക് നോർമലി അറിയാം, നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന ക്ലോറിൻ. അപ്പൊ ക്ലോറിന്റെ പ്രിപ്പറേഷൻ നമുക്ക് പഠിക്കണ്ടേ? ക്ലോറിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ നോർമലി നിങ്ങൾ നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന പഞ്ചായത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടും അല്ലെ. ഈ പറയുന്ന വീടുകളുടെ കിണറുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇടാൻ പറയും. പിന്നെ മുറ്റത്തൊക്കെ ചിലവർ ഇടുന്നവരുണ്ട്. എന്താ പ്രശ്നം? എന്തിനാ? അപ്പൊ അത് ഇടുമ്പോ തന്നെ നമുക്കറിയാം ഒരു സ്മെല്ല് ഉണ്ടാവും അതിന്. ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു സ്മെല്ല് ഉണ്ടെന്ന്. ചില സ്ഥലങ്ങളിലെ വെള്ളത്തിന്, പൈപ്പ് വാട്ടറിന് ഈ ഒരു സ്മെല്ല് വരും. ഒരു ഒരു പഞ്ചർ സ്മെല്ല്, വേറൊരു സ്മെല്ല്, നോർമൽ അല്ലാത്ത വേറൊരു സ്മെല്ല്. എന്തിന്റെ സ്മെല്ലാ വരുന്നത്? അത് ക്ലോറിന്റെ സ്മെല്ലാണ് വരുന്നത്. ആ ക്ലോറിന് ഒരുപാട് യൂസസ് ഉണ്ട്. അതിന് ഈ പറയുന്ന ജേംസിനൊക്കെ കില്ല് ചെയ്ത് കളയാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കിണറിലിടുന്നതും വെള്ളത്തിലിടുന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ ഈ ക്ലോറിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ക്ലോറിൻ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുന്നത്? യെസ് ആണ്. നോക്കിയ മക്കളെ, നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും എടുത്തു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, എവിടെ ഈ പറഞ്ഞ റൗണ്ട് വാട്ടർ ഫ്ലാസ്കിനകത്ത് നിങ്ങൾ കാണാം, അതിനകത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ അതിന്റെ മേലാ തിസിൽഫാനിൽ ഇരിക്കുന്നത്? എന്തിനാണ് തിസിൽഫാനിന്റെ ആവശ്യം? ആസിഡ് ഒഴിക്കാനാണ് നമ്മൾ തിസിൽഫാനിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. അതിൽ കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ആസിഡിനെ അതിനകത്തോട്ട് ഒഴിച്ചത്. അപ്പൊ അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. താഴെ നമ്മൾ ബർണർ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ 2 കോണിക്കൽ ഫ്ലാസ്കുകളായിട്ട് വേറെ 2 ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവിടെ ഇത് പിന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുന്നത്, ഉണ്ടാവുന്ന ഗ്യാസിനെ നമുക്ക് കൂടെ കളക്ട് ചെയ്യണം. ഇവരുടെ പ്രത്യേകത എന്താ? ഇതിനകത്ത് ആരുള്ളത്? ഇതിനകത്ത് വാട്ടർ ആണുള്ളത്, ഇതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് ആണുള്ളത്. എന്താ ഇവരുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇവ എന്തിനാണ് വെച്ചത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയത് ഉണ്ടാവുന്നത് നോക്കാം അല്ലെ. ക്ലോറിനെ യെസ് പ്ലേ ചെയ്തോളൂ. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറിൽ അല്ലെ. അതിന്റെ കളർ എന്താ? ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറിൽ ഒരു ഗ്യാസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ ആദ്യം നമ്മൾ വാട്ടറിലേക്ക് കടത്തിവിട്ടു. ദെൻ വാട്ടറിൽ നിന്ന് പിന്നെ പുറത്തേക്ക് ഫോം ചെയ്യുന്ന ഗ്യാസിനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിനകത്തോട്ട് കടത്തിവിട്ടു. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന ഈ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഗ്യാസ് ജാറിനകത്ത് നമ്മൾ കളക്ട് ചെയ്തു.
ഇതാണ് എന്ത് ക്ലോറിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ എന്തിനാണ് ഇവരെ ഇതിലേക്ക് കടത്തിവിട്ടത് നമുക്ക് നോക്കണ്ടേ? അതൊക്കെ ഓരോരോ മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കണ്ടേ? യെസ് സാർ മാറ്റിക്കോളൂ. ഓക്കെ, അതിന് മുന്നേ ആ റിയാക്ഷൻ നടന്ന റിയാക്ഷൻ നമുക്ക് അറിയണം അല്ലെ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തു കുറേ പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ആരെയാണ്? ക്ലോറിൻ ഗ്യാസ് ആണ് അല്ലെ. ക്ലോറിൻ ഗ്യാസ് ഉണ്ടായിട്ടുണ്ട്, കൂടെ വാട്ടർ ഉണ്ടായിട്ടുണ്ട്, യെസ് മാംഗനീസ് ഡൈക്ലോറൈഡ് ഉണ്ടായിട്ടുണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ആൾക്കാര് ഇവിടെ റിയാക്ഷൻ നടന്ന് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലോറിൻ ഗ്യാസ് ആയിരുന്നു നമ്മുടെ ആവശ്യമുള്ള ആള്, അതും പ്രിപ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, ആ റിയാക്ഷന്റെ ബാലൻസിങ് ഒക്കെ നോക്കുക. കുറച്ച് വലിയ ബാലൻസിങ് അല്ല, അപ്പൊ അത് പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചേക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ബാലൻസ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അതിനൊക്കെ നല്ലത് ഒന്ന് സ്വന്തമായിട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 16 ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തെങ്കിലും ഓർത്ത് വെക്കാം. ഓക്കെ മക്കളെ, അപ്പൊ ക്ലോറിന്റെ പ്രിപ്പറേഷൻ. ദെൻ അപ്പൊ നമ്മൾ ചോദിക്കട്ടെ, എന്തിനാണ് ആ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ വാട്ടറിൽ കൂടെ കടത്തിവിട്ടത്? എന്തായിരുന്നു അതിന്റെ ആവശ്യം? എന്തിനാ വാട്ടറിൽ കൂടെ കടത്തിവിട്ടെ? കാരണം ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഇത്രയും പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ടായത്, ക്ലോറിൻ ഗ്യാസും ഉണ്ടായത്. ആ ക്ലോറിൻ ഗ്യാസിന്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ വേപ്പേഴ്സും കൂടെ വരുന്നുണ്ടാവും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ വേപ്പറും അതിന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അവരെ ആവശ്യമുണ്ടോ? നമുക്ക് ക്ലോറിനെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അതിനെ ഈ വാട്ടറിലോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഹൈഡ്രജൻ ക്ലോറൈഡ് അതിനകത്ത് സോൾബിൾ ആയിട്ട് പോകും, പ്രശ്നമില്ല. അപ്പൊ ക്ലോറിൻ പുറത്തോട്ട് വരും. എന്നിട്ട് ആ ക്ലോറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ സൾഫ്യൂരിക് ആസിഡ് കൂടെ കടത്തിവിട്ടെ. കാരണം ഇവിടെ വെള്ളത്തിൽ കൂടെ തട്ടിയിട്ടാണ് ഹൈഡ്രോക്ലോറിക് ഈ പറയുന്ന ക്ലോറിൻ ഗ്യാസ് പുറത്തോട്ട് വരുന്നത്. ഈ ക്ലോറിൻ ഗ്യാസിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ടാവും? മോയിസ്ചറിന്റെ പ്രസൻസ് ഉണ്ടാവും, വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് ഉണ്ടാവും. ഒരാളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാട്ടറിലൂടെ കടത്തിവിട്ടു. അപ്പൊ അവിടുന്ന് വേറൊരാളുടെ ശല്യം, വാട്ടർ വേപ്പറിന്റെ ശല്യം, അപ്പൊ അതിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? യെസ് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാ പറയാൻ വരുന്നത്, സൾഫ്യൂരിക് ആസിഡിൽ കൂടെ പാസ് ചെയ്തത്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത എന്താ? അയാൾ ഒരു ബെസ്റ്റ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. എന്താ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? വാട്ടറിനെ റിമൂവ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഇപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? ആ വരുന്ന വരവിലുള്ള വാട്ടർ വേപ്പറിനെയൊക്കെ സൾഫ്യൂരിക് ആസിഡ് പിടിച്ചു വെക്കും. എന്നിട്ട് ക്ലോറിൻ ഗ്യാസിനെ മാത്രം കടത്തി വിടും. ആ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്യും. നമ്മള് ഗ്യാസ് ജാർ ഇങ്ങനെ നേരെ വെച്ചേക്കാണ്, ഒരു പ്രശ്നമില്ലാതെ ഗ്യാസ് ജാർ ഈ ക്ലോറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. നോർമലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഗ്യാസ് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്? ഗ്യാസ് പറന്ന് മേലോട്ട് പോകല്ലേ? ഗ്യാസ് നമുക്ക് കിട്ടുമോ? ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ ക്ലോറിൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നേരെ വെച്ചേക്കാം. ഒരു ഗ്യാസ് ജാർ എടുത്ത് ഒരു പ്രശ്നമില്ലാതെ നമ്മൾ നേരെ വെച്ചേക്കാം. അതെന്താണ് നേരെ വെക്കാൻ കാരണം? കാരണം ക്ലോറിന്റെ ഡെൻസിറ്റി എയറിനേക്കാൾ കൂടുതലാണ്. അപ്പോ ഉണ്ടായ ക്ലോറിൻ ആ ഗ്യാസ് ജാറിലോട്ട് വരുമ്പോ അവിടെയുള്ള എയറിന് അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് നടത്തും. അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് മേലോട്ട് തള്ളി മാറ്റി അവിടെ ക്ലോറിൻ കയറി. അപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, അതിന്റെ അകത്ത് തന്നെ എയറിനെ മാറ്റി ക്ലോറിൻ. ഈ സമയം അവിടെ ഉണ്ടായത് അമോണിയ ആണെങ്കിലോ? അമോണിയ എന്ന് പറഞ്ഞ ഗ്യാസ് അവിടെ അമോണിയ പ്രത്യേകിച്ച് അത് എയറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അമോണിയനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം തുറന്നിരിക്കും. വരട്ടെ, അമോണിയ വരട്ടെ. അമോണിയ വരില്ല. അമോണിയുടെ അതിന് പൊന്തി അങ്ങോട്ട് എയറിൽ പൊക്കോളും. കാരണം എയറിനേക്കാൾ ഡെൻസിറ്റി കുറവാ. അമോണിയ മേലോട്ട് പൊന്തി പോകും. നമുക്ക് അതിനെ പിടിക്കണമെങ്കിൽ ഗ്യാസ് ജാർ തലതിരിച്ചു വെക്കണം. അതതിന്റെ പ്രത്യേകത. ഇവിടെ എന്താ? ഇവിടെ സുഖം, ഇവിടെ നേരെ വെച്ചാൽ മതി. കാരണം എയറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ എയറിനെ തള്ളി മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ കയറിയിരുന്നു, നമുക്ക് ക്ലോറിൻ കിട്ടും. ഓക്കെ, അപ്പോ ദെൻ ക്ലോറിന്റെ കുറച്ച് ആ പ്രത്യേകതകൾ നമുക്ക് പറയാം, കുറച്ച് പ്രോപ്പർട്ടികളെ. കളർ എന്തായിരുന്നു? നമ്മൾ ആ ഇതിൽ കൂടെ പോയ കളർ നമ്മൾ കണ്ടു, ഒരു യെല്ലോ പോലത്തെ കളർ അല്ലെ, ഒരു ഗ്രീനിഷ് യെല്ലോ കളർ, ഗ്രീനിഷ് യെല്ലോ. ആൻഡ് ഓർഡറോ നല്ല പഞ്ചൻ സ്മെൽ. എന്താ പഞ്ചൻ സ്മെൽ എന്ന് പറഞ്ഞാൽ? രൂക്ഷഗന്ധം, അതായത് ഭയങ്കര കെമിക്കൽ സ്മെല്ല്. നിങ്ങൾക്ക് തന്നെ ഓർത്ത് നോക്കിയാൽ അറിയാം, ബ്ലീച്ചിങ് പൗഡറിന്റെ സ്മെല്ലൊക്കെ ഒന്ന് വെറുതെ ഓർത്ത് നോക്കിയാൽ മതി. ഇനി അതറിയാത്ത ഒരു ക്ലോറിൻ വാട്ടർ എപ്പോഴെങ്കിലും ഒരു ടാപ്പ് വാട്ടറിന്റെ സ്മെല്ല് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും. എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലല്ലെങ്കിൽ എവിടെന്നെങ്കിലും ആ ഒരു രൂക്ഷഗന്ധം, പഞ്ചൻ സ്മെല്ല്, അതാണ് ക്ലോറിന്റെ സ്മെല്ല്. ആൻഡ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ. അപ്പൊ ക്ലോറിന്റെ പ്രോപ്പർട്ടീസ് കിട്ടിയല്ലോ. അപ്പൊ ക്ലോറിന്റെ പ്രോപ്പർട്ടീസ് കിട്ടിയ സ്ഥിതിക്ക് ഈ ക്ലോറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അതിന് ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ട്. ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ് സർ, നമ്മൾ രണ്ട് ടെസ്റ്റ് ട്യൂബിലായിട്ട് ക്ലോറിൻ ഗ്യാസ് ഇങ്ങോട്ട് എടുത്തേ, വേഗം. യെസ്, നോക്കിയാൽ മക്കളെ, നമ്മൾ ക്ലോറിൻ ഗ്യാസ് എടുത്തു വെച്ചേക്കാണ്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ 2 ലിറ്റ്മസ് പേപ്പർ മുക്കാൻ പോവാണ്.
ഇവിടെ ലിറ്റ്മസ് പേപ്പർ വന്നോട്ടെ. രണ്ടിലും ക്ലോറിൻ ഗ്യാസ് എടുത്തേക്കാണ്. അതിനകത്തോട്ട് നമ്മൾ ലിറ്റ്മസ് പേപ്പർ എടുത്തേക്കാണ്. ഈ ലിറ്റ്മസ് പേപ്പറിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഒരാൾ നല്ല ഉണങ്ങിയ ഫ്രഷ് ആയിട്ട് ഞാൻ കീറി എടുത്ത് വെച്ചേക്കാണ്, ഒരാൾ ഞാൻ നനച്ചു വെച്ചേക്കാണ്. ലിറ്റ്മസ് പേപ്പർ നനച്ചു വെച്ചേക്കാണ്. നമ്മൾ നോർമൽ ലിറ്റ്മസ് പേപ്പർ ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ നോക്കാനാണ് ടീച്ചർക്ക് അറിയാം. തൽക്കാലം നമുക്ക് വേറൊരു യൂസിനും കൂടെ എടുക്കാമെന്ന്. ഓക്കെ, അപ്പൊ നനച്ച് ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ ക്ലോറിൻ ഗ്യാസിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിക്കാൻ നോക്കി നിങ്ങള്, ആ ലിറ്റ്മസ് പേപ്പറിന് കുലുക്കൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ നോക്കിയേ നിങ്ങള്, ആ റെഡ് കളറൊക്കെ പോയി. സാധാരണ നമ്മൾ ആസിഡില് ബേസിൽ നോക്കിയാൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവും നമുക്കറിയാം. പക്ഷെ ഇത് ബേസും അല്ല ആസിഡും അല്ല ഒന്നുമില്ല, ക്ലോറിൻ ഗ്യാസ് ആണ് കാണിച്ചത്. ക്ലോറിൻ ഗ്യാസിൽ ഇതേ അതിന്റെ കളർ പോയിട്ട് വൈറ്റ് ആയി, കളർ പോയി. അങ്ങനെ കളർ പോകുന്ന ആക്ഷൻ ഞാൻ പറയുന്ന പേരാണ് ബ്ലീച്ചിങ് ആക്ഷൻ. ഈ ക്ലോറിന് അതിനുള്ള ഒരു കഴിവുണ്ട്. ബ്ലീച്ചിങ് ആക്ഷൻ ഉള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ക്ലോറിൻ ഗ്യാസിനുണ്ട്. പക്ഷെ നോക്കിയാൽ നിങ്ങള്, വെള്ളമില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സേ ഇല്ല. അതേ ക്ലോറിൻ ഗ്യാസിലോട്ട് അയാളെ മാറ്റി വെച്ചത്, ഒന്നും സംഭവിച്ചില്ല, അവിടെ ഒരു കളർ മാറ്റമില്ല. അപ്പൊ എപ്പോഴാണ് അവർക്ക് ബ്ലീച്ചിങ് ആക്ഷൻ ഉള്ളത്? മോയ്സ്ചറിന്റെ പ്രസൻസിലാണ്. അപ്പൊ അതെങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കണ്ടേ? ഇങ്ങനെ നടക്കുന്നത് നോക്കണ്ടേ? മാറ്റിക്കോളൂ. അപ്പൊ അതെങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം. ക്ലോറിൻ ഗ്യാസ് ഇപ്പൊ സത്യത്തിൽ ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോ ആ ലിറ്റ്മസ് പേപ്പർ ഉണ്ടായിരുന്ന വെള്ളമാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. ക്ലോറിൻ ഗ്യാസ് വാട്ടറുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവും. എന്താ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്? നമുക്ക് എല്ലാവർക്കും അറിയാം HCl ആണ്. ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl. എന്തായാലും പ്രത്യേകത, അതൊരു സ്റ്റെബിലിറ്റി കുറവായ ഒരു ടൈപ്പ് ഓഫ് ആസിഡ് ആണ്. സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ഉണ്ടായി കഴിയുമ്പോഴേക്കും അയാൾ എന്ത് ചെയ്യുന്ന അറിയോ, ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടായുള്ളൂ, ഉണ്ടാവുമ്പോഴേക്കും സ്റ്റെബിലിറ്റി ഇല്ല, അങ്ങനെ നിൽക്കാനുള്ള ആൾക്കാർ നിൽക്കാനുള്ള സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ തന്നെ ഡീകമ്പോസ് ചെയ്ത് സ്റ്റെബിലിറ്റി കൂടിയ ഹൈഡ്രോക്ലോറിക് ആസിഡും അറ്റോമിക് ഓക്സിജനുമായിട്ട് മാറും. എന്താ അതിന്റെ പേര്? അറ്റോമിക് ഓക്സിജൻ അഥവാ നെയ്സെന്റ് ഓക്സിജൻ. മറ്റൊരു പേരും കൂടി ഉണ്ട്, നെയ്സെന്റ് ഓക്സിജൻ. ഇതപ്പോ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു ക്ലോറിൻ ഗ്യാസ് വാട്ടറുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടായി. ആ ഹൈപ്പോക്ലോറസ് ആസിഡ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും അറ്റോമിക് ഓക്സിജൻ അഥവാ നെയ്സെന്റ് ഓക്സിജൻ. അറ്റോമിക് ഓക്സിജൻ അതിനെക്കാട്ടി വലിയ ആള്, അയാൾക്ക് തീരെ എന്തില്ല, സ്റ്റെബിലിറ്റി ഇല്ല. അയാൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് അയാൾ സ്ക്വയർ ബ്രാക്കറ്റിലോ കിട്ടി വെച്ചേക്കണേ. അയാൾ ഹൈലി റിയാക്റ്റീവ് ആണ്. ഈ പറയുന്ന നെയ്സെന്റ് ഓക്സിജന്റെ കഴിവാണ് എന്ത്? ഈ പറയുന്ന കളേർഡ് സബ്സ്റ്റൻസിനൊക്കെ പോയിട്ട് ഓക്സിഡൈസ് ചെയ്ത് കളറിലുണ്ടാക്കി മാറ്റാം. അവന്റെ കളറൊക്കെ എടുത്ത് കളയുക. ആരുടെ പണിയത്? യെസ്, നമ്മൾ പറയുമ്പോ പറയും ക്ലോറിന്റെ പണിയാണെന്ന്. ക്ലോറിന്റെ പണിയൊന്നുമല്ല. ക്ലോറിൻ അതിനകത്തുള്ള വാട്ടറുമായി റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാക്കി, ഹൈപ്പോക്ലോറസ് ആസിഡ് പോയിട്ട് ഡീകമ്പോസ് ചെയ്ത് ഈ പറയുന്ന ഓക്സിജൻ ആറ്റമായിട്ട് മാറി. ആ ഓക്സിജൻ ആറ്റമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കളേർഡ് സബ്സ്റ്റൻസിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ബ്ലീച്ചിങ് ആക്ഷൻ കിട്ടിയല്ലോ. ബ്ലീച്ചിങ് ആക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്താ പറയാ, ക്ലോറിന്റെ യൂസസ്. ബ്ലീച്ചിങ്ങിന്, ഇൻസെക്ടിസൈഡിന്റെ പ്രിപ്പറേഷന്. ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞാൽ കീടനാശിനികൾ അല്ലെ, അവരുടെ ഒക്കെ പ്രിപ്പറേഷന്. പിന്നെന്താ, ഈ ഫാബ്രിക്കിൽ സ്റ്റെയിൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഡ്രൈ വാഷിനൊക്കെ കൊടുക്കുന്ന ചില സ്ഥലങ്ങളിൽ ചിലൊരു പല ടെക്നോളജീസ് ഉണ്ട് കേട്ടോ, ഇത് മാത്രമൊന്നല്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ ഈ ക്ലോറിൻ യൂസ് ചെയ്തിട്ടും ആ സ്റ്റെയിൻ റിമൂവലിന് സാധിക്കാറുണ്ട്. പിന്നെ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ ആൻഡ് ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോറിൻ വെച്ചിട്ട്? അത് നോക്കണ്ടേ. ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കണ്ടേ. ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഡ്രൈ സ്ലേറ്റഡ് ലൈമിലൂടെ ഈ പറഞ്ഞ ഡ്രൈ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിട്ടാൽ നമുക്ക് ആരെ കിട്ടും? ബ്ലീച്ചിങ് പൗഡർ കിട്ടും. അപ്പൊ ക്ലോറിന്റെ യൂസസ് ആയല്ലോ. അപ്പൊ ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാ? ഡ്രൈ സ്ലേറ്റഡ് ലൈമിലൂടെ ഡ്രൈ ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ടാൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും. അപ്പൊ ക്ലോറിന്റെ യൂസസും ഓർത്ത് വെക്കുക, ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷനും ഓർത്ത് വെക്കുക. ഓക്കെ മക്കളെ, ദെൻ ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ? നമ്മൾ പറഞ്ഞു കിണറിന്റെ അകത്ത് ബ്ലീച്ചിങ് പൗഡറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. കിണറിന്റെ അകത്ത് ബ്ലീച്ചിങ് പൗഡർ ഇടും. നമുക്ക് ഗവൺമെന്റ് ആയിട്ട് തരുന്നു അല്ലെ, പഞ്ചായത്തിലൂടെയും പല ഇതിലൂടെ നമുക്ക് ഇങ്ങോട്ട് തരും, നിങ്ങൾ കൊണ്ടുപോയി ഇടുന്നു കേട്ടോ. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടുന്നത്. എങ്ങനെയാണ് ഒരു ബ്ലീച്ചിങ് പൗഡർ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം അതിന്റെ അകത്തുള്ള ജേംസിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൾക്കാരെ ഇടുന്നത്. എങ്ങനെയാ അത് അങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഈ ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ വാട്ടറുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആര് പുറത്തോട്ട് വരും?
ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരും. നമുക്കറിയാം ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ ഡ്രൈ ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ടാണ് ഈ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കിയത്. അപ്പോ ഈ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡർ വെള്ളവുമായി റിയാക്ട് ചെയ്ത ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും. ആ ക്ലോറിൻ ആണ് ആക്ച്വലി നമ്മളെ ഡിസിൻഫെക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ മൊത്തത്തിലല്ല, അതിൻ്റെ അകത്തുള്ള ക്ലോറിൻ ആണ് ഡിസിൻഫെക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ ഒരു ഗുഡ് സോഴ്സ് ആണ് ആര്? നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ഡിസിൻഫെക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലീച്ചിങ് പൗഡർ വാട്ടറുമായി റിയാക്ട് ചെയ്ത് ക്ലോറിൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്ത് ആ ക്ലോറിൻ ഗ്യാസ് ആണ് ഡിസിൻഫെക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമുക്കിനി ക്ലോറൈഡ് അയോണുകളുടെ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. യെസ് ആ ഐഡന്റിഫിക്കേഷൻ, ക്ലോറൈഡ് അയോണിന്റെ ഐഡന്റിഫിക്കേഷൻ നമുക്ക് കാണിച്ചു തരാം. ഞാനാണ്. നമുക്ക് അതിനെ കുറച്ച് റിയേജൻസ് ആവശ്യമുണ്ട്. നമ്മൾ ഒരു സാധനം തന്നിട്ട് നമ്മോട് പറയാണ് ഇതിനകത്ത് ക്ലോറൈഡ് അയോൺ ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്ലോറൈഡ് അയോൺ ഉള്ള സാധനം ആയിരിക്കും അല്ലെ. അപ്പൊ ഇതേ സോഡിയം ക്ലോറൈഡ് സ്റ്റോപ്പ് ചെയ്തോ സാർ. സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ നമ്മൾ എടുത്തേക്കുന്നത്, നമുക്കറിയാം ആ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് അയോൺ ഉണ്ട് അതിനകത്ത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ക്ലോറൈഡ് ഐഡന്റിഫിക്കേഷൻ പറയാം. ഈ തന്നിരിക്കുന്ന സാധനം എന്താണെന്ന് നമുക്കറിയില്ല. സോഡിയം ക്ലോറൈഡ് ആണോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ക്ലോറൈഡ് അയോൺ ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി നമ്മൾ ഇതിനകത്തുള്ള അപ്ലൈ ചെയ്തോളും. നമുക്ക് രണ്ട് റിയേജൻസ് ഇവിടെ ഉണ്ട്, സിൽവർ നൈട്രേറ്റും അമോണിയം ഹൈഡ്രോക്സൈഡും. നമ്മൾ ആരെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്? സിൽവർ നൈട്രേറ്റിനെ എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. സിൽവർ നൈട്രേറ്റ് സ്റ്റോപ്പ് ചെയ്തു. സിൽവർ നൈട്രേറ്റിനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. കാരണം ഈ പറഞ്ഞ സിൽവർ നൈട്രേറ്റ് പോയിട്ട് അവിടുത്തെ അതിനകത്തുള്ള ക്ലോറൈഡ് അയോണുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? ഈ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഈ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ മാത്രം പോരാ, ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യണം. ഈ അമോണിയം അപ്ലൈ ചെയ്തോളൂ. അമോണിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുപോയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. ആരടുത്തേക്ക്? ഈ കിട്ടിയ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് ഒഴിക്കുമ്പോ ജിംബൂമ്പ കംപ്ലീറ്റ് വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് സംഭവിച്ചു, സോല്യൂബിൾ ആയി പോയി. അമോണിയം ഹൈഡ്രോക്സൈഡില് സോല്യൂബിൾ ആയി പോയി. അപ്പോ എങ്ങനെയാണ് ഒരു അപ്പൊ നമുക്ക് മനസ്സിലായി ആ ഉണ്ടായ സാധനം ഈ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി, അത് അമോണിയം ഹൈഡ്രോക്സൈഡില് സോല്യൂബിൾ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്താണെങ്കിലും അതിനകത്ത് ക്ലോറൈഡ് അയോൺ ഉണ്ട്. നമുക്ക് മനസ്സിലായി. ഓക്കെ, സത്യത്തിൽ അവിടെ എന്ത് റിയാക്ഷൻ നടന്നത്? സാർ അത് മാറ്റിക്കോട്ടെ. യെസ്, സത്യത്തിൽ അവിടെ എന്ത് റിയാക്ഷൻ അവിടെ സത്യത്തിൽ നടന്നത്? സോഡിയം ക്ലോറൈഡ് നമ്മുടെ സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടായി. അതാണ് ഈ പറഞ്ഞ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്. ഇപ്പൊ സോഡിയം ക്ലോറൈഡിന് പകരം വേറൊരു ക്ലോറൈഡ്, വേറെ എന്തെങ്കിലും ഒരു മെറ്റലിന്റെ ക്ലോറൈഡ് ആയിരുന്നു വിചാരിക്കും. അതാണെങ്കിലും സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യും. അതാണ് ആ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്. ആ സിൽവർ ക്ലോറൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോല്യൂബിൾ ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോല്യൂബിൾ ആണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനും ഓർത്തു വയ്ക്കും. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ തന്നിട്ട് ഇതിനകത്ത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ചെയ്താന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ AgCl ആണ്. ഓക്കെ മക്കളെ, യെസ്. ദെൻ അപ്പോൾ ഈ പറഞ്ഞ കണ്ട റിയാക്ഷൻ നമ്മൾ ഇത്ര നേരം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു, കോമ്പിനേഷൻ പഠിച്ചു, കമ്പഷൻ പഠിച്ചു ആൻഡ് ഡീകമ്പോസിഷൻ പഠിച്ചു. ഈ പറഞ്ഞ റിയാക്ഷൻ ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. എന്താണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് കോമ്പൗണ്ട് റിയാക്ട് ചെയ്ത് അവരുടെ അയോണുകളെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. നോക്കിയേ നിങ്ങൾ ഇവിടെ സോഡിയം ക്ലോറൈഡ് AgNO3. ഇതിനകത്തുള്ള അയോണുകൾ ഏതാണ് മക്കളെ? Na+, Cl-, Ag+, NO3-. ഇത്രയും അയോണുകളാണ് ഉള്ളത്. ഇവരെ പരസ്പരം അവരെ ഇന്റർചേഞ്ച് ചെയ്യാണ്. അതായത് ഈ ക്ലോറിനെ സിൽവറിന് കൊടുത്ത് നൈട്രേറ്റിനെ സോഡിയം ഇങ്ങോട്ട് ഇട്ടിട്ടു. അപ്പൊ സോഡിയം നൈട്രേറ്റും സിൽവർ ക്ലോറൈഡും ആയിട്ട് മാറി. ക്ലോറിനെ സിൽവറിന് കൊടുത്ത് സിൽവറിന്റെ നൈട്രേറ്റിനെ സോഡിയം എടുത്തു. ഒരു ഇന്റർചേഞ്ച്, പരസ്പരം അയോണുകളെ ഇന്റർചേഞ്ച് ചെയ്യുക. അതിന്റെ പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ. അതായത് സത്യം എന്താണ് സംഭവിക്കുന്നത്? ഈ രണ്ടാളും അവിടെ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്.
അയോണുകളായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ആ അയോണുകൾ പരസ്പരം എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്ത് പുതിയ പ്രൊഡക്റ്റുകളെ ഉണ്ടാക്കി. അപ്പോൾ ഇത്തരം റിയാക്ഷൻസിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നോക്കുമ്പോൾ രണ്ട് റിയേജന്റും രണ്ട് പ്രൊഡക്റ്റും ഉണ്ടായിരിക്കും എപ്പോഴും. രണ്ട് റിയേജന്റും രണ്ട് പ്രൊഡക്റ്റും ആ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെ എല്ലാവരും ഡബിൾ ഡീകമ്പോസ് ആണ് ടീച്ചർ പറയുന്നില്ല കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിലൊക്കെ ഇങ്ങനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോക്കാം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് കളയാറുള്ളൂ. അപ്പൊ നോക്കാം. അപ്പോ ശരിക്കും എന്തായാലും അങ്ങനെ ഡബിൾ ഡീകമ്പോഷൻ പേര് വരാൻ കാരണം ആ രണ്ട് റിയേജന്റും ഇവിടെ ഡീകമ്പോഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അയോണുള്ള കിട്ടുന്നുണ്ട്. ആ അയോണുള്ള പരസ്പരം ഇന്റർചേഞ്ചും ചെയ്യുന്നുണ്ട്. ഇതും അതിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡും ബേരിയം ക്ലോറൈഡും. അവരും ഇതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, H2SO4 അകത്ത് H+ അയോൺ ഉണ്ട്, SO4 2- അയോൺ ഉണ്ട്. നമ്മുടെ ബേരിയം ക്ലോറൈഡിന്റെ അകത്ത് Ba2+ അയോൺ ഉണ്ട് ആൻഡ് Cl- അയോൺ ഉണ്ട്. 4 അയോണുകൾ ഉണ്ട് അല്ലെ. അവര് പരസ്പരം അങ്ങോട്ട് നോക്കി, നിങ്ങൾ H+ പോയിട്ട് ആരെ കൂടെ ഇരുന്നു? ക്ലോറിന്റെ കൂടെ ഇരുന്നു. ബേരിയം സൾഫേറ്റിന്റെ കൂടെ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഓക്കെ മക്കളെ, അപ്പൊ ഇത് രണ്ടും ഡബിൾ ഡീകമ്പോസിഷന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഫൈനലി നമുക്ക് ഒരു നോൺ മെറ്റലും കൂടെ നമുക്ക് പറയാനുണ്ട്. അതാണ് നമ്മുടെ നൈട്രജൻ. നൈട്രജൻ എന്ന് പറഞ്ഞ ആളുടെ പ്രത്യേകത എന്താ? നൈട്രജൻ നമ്മൾ നോർമലി നിങ്ങൾ കുക്കിംഗ് ഷോകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഹോട്ടലുകൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഈ പറയുന്ന ഫുഡില് ഒരുപാട് പുകയും സാധനങ്ങളൊക്കെ ഒന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പൊ പൂരപ്പറമ്പുകളിലൊക്കെ കാണുന്ന ഒരു സ്മോക്കി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സ്മോക്കി കാൻഡി എന്നൊക്കെ പറഞ്ഞൊരു സാധനം, എന്താ വായിലിടുമ്പോ പുക പുറത്തേക്ക് വരും അല്ലെ. എന്താ സംഭവം അത് സത്യത്തില്? യെസ്, അവിടെ നൈട്രജൻ ആണ് അവിടെ പണി ഉണ്ടാക്കുന്നത്. ആ നൈട്രജൻ ആണ് ഇങ്ങനെ പുക ഉണ്ടാക്കുന്ന ആളാരാ? നൈട്രജൻ ആണ്. അപ്പൊ ഈ നൈട്രജൻ നമ്മൾ ഇങ്ങനെയൊക്കെ ഫുഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരില്ലേ? പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല. അതാണ് പ്രത്യേകത. നൈട്രജന്റെ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾ, നൈട്രജൻ തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സർ വേണോ? നൈട്രജൻ തമ്മിൽ എന്തുണ്ട്? ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ അത് ഈസി അല്ല. അതുകൊണ്ട് അത് സ്ട്രോങ് ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇനേർട്ട് ആണ്. പെട്ടെന്ന് പോയിട്ട് റിയാക്ഷൻ ഒന്നും പങ്കെടുക്കാൻ ആർക്ക് പറ്റില്ല? ഈ പറഞ്ഞ നൈട്രജന് പറ്റില്ല. ബിക്കോസ് അതിന്റെ ഉള്ളിലൊരു ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഇത്രയും ഓക്സിജൻ ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ. എന്നിട്ട് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ആളാണ്, ഹൈഡ്രജൻ ഉണ്ട് കത്തുന്ന ആളാണ്. എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ എവിടെയും തീ പിടിക്കുന്നുണ്ടോ? വെറുതെ ഇരിക്കുമ്പോൾ എവിടെയും തീ പിടിക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ പറയുന്ന കമ്പാഷനെ കൺട്രോൾ ചെയ്യുന്ന നൈട്രജൻ ആണ് അറ്റ്മോസ്ഫിയറിക് എയറിൽ ഏറ്റവും കൂടുതൽ. നേച്ചറിന്റെ ഒരു കളി എന്താ അല്ലെ? ഇറ്റ് ക്യാൻ കൺട്രോൾ ദ റേറ്റ് ഓഫ് കമ്പഷൻ. നൈട്രജൻ കാരണം അതിന് സ്ട്രോങ് ബോണ്ട് ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. അതങ്ങനെ ഒരു കവറിങ് പോലെ അവിടെ നിന്നോളൂ. ഓക്കെ മക്കളെ, യെസ്. അപ്പോ ഈ നൈട്രജൻ നമ്മുടെ പ്ലാന്റ്സിന് ഒരു വലിയ വരമാണെന്നാ പറയുന്നത്. ഭയങ്കര ഒരു ബോണാണ് എന്ത് പ്ലാന്റിന്. കാരണം ഈ നൈട്രജൻ അല്ല, ലൈറ്റ്നിങ്. എന്താ ഇപ്പോഴാണ് ഈ ലൈറ്റ്നിങ് പ്ലാന്റിന് ഇത്രയും യൂസ്ഫുൾ ആവുന്നതിന്റെ കാരണം പ്ലാന്റിന് ഏറ്റവും ആവശ്യമുള്ള ഒരു എലമെന്റിൽ ഒരാളാണ് നമ്മുടെ നൈട്രജൻ. അപ്പൊ അതെങ്ങനെയാണ് പ്ലാന്റിന് കിട്ടുക? ഈ നൈട്രജൻ ഉള്ളിലുള്ള ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഇട്ടിരിക്കുന്ന ആളാ, പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പിന്നെ എങ്ങനെ കിട്ടും ഈ പറഞ്ഞ പ്ലാന്റിന് നൈട്രജനെ? നമുക്ക് ശരിയാ, നമുക്ക് വളത്തിലെ കൂടെ ഫെർട്ടിലൈസറിൽ കൂടെ ഇട്ടുകൊടുക്കാം അല്ലെ. ഓർഗാനിക് ആയാലും കെമിക്കൽ ആയാലും എന്ത് ഫെർട്ടിലൈസർ കൂടെ നമുക്ക് നൈട്രജൻ ഇട്ടു. അതല്ല നമ്മുടെ ആവശ്യം. നാച്ചുറലി എങ്ങനെ പ്ലാന്റിന് അത് കിട്ടും എന്നാണ് നമ്മുടെ കാര്യം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലൈറ്റ്നിങ് ആണ്. സർ ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്ത് നമ്മുടെ പ്ലാന്റുകൾക്ക് എങ്ങനെയാണ് ഈ ലൈറ്റ്നിങ് ഹെൽപ്ഫുൾ ആവുന്നത് ഞങ്ങൾ നോക്കാം. യെസ് സർ, നമ്പർ ശ്രദ്ധിക്കും. 15 is there in between it. Yes. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പ്ലാന്റിന് ലൈറ്റ്നിങ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര എനർജി തരുന്ന, നിങ്ങൾക്കറിയാലോ ഇടിവെട്ടും മിന്നലെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ സാധാരണ വെളിച്ചമാണോ? അല്ല, ഒരുപാട് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ഒക്കെ റിലീസ് ചെയ്യുന്ന സാർ അതിനകത്ത് ഇട്ടിരുന്നു കേട്ടോ ആ ആനിമേഷൻ. അതെവിടെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, കിട്ടോ ചെയ്തോ. യെസ്, താഴെ ബ്രേക്ക് ചെയ്ത് പോലെ സെറ്റ് ആയി പോകും. ഓക്കെ, വന്നോട്ടെ പോന്നോട്ടെ, വേഗാവട്ടെ. യെസ് സർ. ഓക്കെ, യു ക്യാൻ മേക്ക് ഇറ്റ് ഫുൾ സ്ക്രീൻ.
നോക്കി മക്കളെ, നോക്ക് നമ്മുടെ എയർ, നമ്മുടെ മണ്ണില് അല്ലെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഇത്ര. സാർ ഒന്നുകൂടി ഫസ്റ്റ് പ്ലേ ചെയ്ത്. യെസ്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെയുണ്ട്? നമ്മുടെ സാൻഡിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ചെടികൾക്ക് ഈ നൈട്രജനെ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. കാരണം നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടിരിക്കുകയാണ് അല്ലെ. ആ സമയത്താണ് അവർക്ക് ഇത്രയും എന്താ പറയാ വരമായിട്ട് ആര് വരുന്നത്? യെസ്, നമ്മുടെ ലൈറ്റ്നിങ് വരുന്നത്. ഒന്ന് പ്ലേ ചെയ്തേ സാർ. ലൈറ്റ്നിങ് വരുന്നത്. ലൈറ്റ്നിങ് തട്ടുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് ഹൈ എനർജി, സാർ സ്റ്റോപ്പ് ചെയ്തോളൂ. ഹൈ എനർജി വരെയാണ്. ഈ ലൈറ്റ്നിങ്ങിൽ നിന്ന് ഹൈ എനർജി റിലീസ് ചെയ്യാണ്. ഹൈ എനർജി റിലീസ് ചെയ്യുമ്പോൾ നൈട്രജൻ സംഭവിക്കും. നൈട്രജൻ മോളിക്യൂൾസ് ഈ പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ മാത്രമുള്ള എനർജി ഒക്കെ എവിടെ നിന്നുണ്ട്? ഈ പറഞ്ഞ ലൈറ്റ്നിങ് ചെയ്യുന്നുണ്ട്. ആ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നൈട്രജൻ ആറ്റങ്ങളായിട്ട് മാറും. എന്നിട്ട് പ്ലേ ചെയ്തോളൂ. നൈട്രജൻ ആറ്റങ്ങൾ പോയിട്ട് ഓക്സിജൻ ആറ്റവുമായിട്ട് റിയാക്ട് ചെയ്ത് ആദ്യം NO ഉണ്ടായി, പിന്നെ NO പോയിട്ട് റിയാക്ട് ചെയ്തിട്ട് NO2 ഉണ്ടായി. നോക്കിയേ, ആദ്യം നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി, പിന്നെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടായി. ഈ നൈട്രജൻ ഡയോക്സൈഡ് മഴ പെയ്യുമ്പോൾ അതിൽ നമ്മുടെ വെള്ളം അല്ലെ, റെയിൻ വാട്ടറിൽ ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് എന്തായിട്ട് മാറും? നൈട്രിക് ആസിഡ് ആയിട്ട് മാറും. നൈട്രിക് ആസിഡിൽ നിന്ന് നൈട്രേറ്റ് സോൾട്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. ആ നൈട്രേറ്റ് സോൾട്ടിനെ ആർക്ക് സിമ്പിൾ ആയിട്ട് വലിച്ചെടുക്കാം? ചെടികൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് വലിച്ചെടുക്കാം. സാർ ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടി പ്ലേ ചെയ്തേ. അപ്പൊ എന്താ മക്കളെ സംഭവിച്ചു? ശരിക്കും നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ആരുണ്ട്? നൈട്രജനും ഓക്സിജനും ഒക്കെ ഇരിപ്പുണ്ട്. ഈ പറഞ്ഞ ലൈറ്റ്നിങ് തട്ടുമ്പോൾ നൈട്രജന്റെ ട്രിപ്പിൾ, സാർ സ്ലോലി പ്ലേ ചെയ്തു. നൈട്രജന്റെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നൈട്രജൻ ആറ്റങ്ങൾ റിലീസ് ചെയ്യും. ആ നൈട്രജൻ ആറ്റങ്ങൾ ഓക്സിജൻ ആറ്റവുമായിട്ട് റിയാക്ട് ചെയ്ത് യെസ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറും. ആ നൈട്രിക് ഓക്സൈഡ് അഗെയിൻ ഓക്സിജൻ ആറ്റമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറും. ആ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നൈട്രിക് ആസിഡ് ആയിട്ട് മാറും. ആ നൈട്രിക് ആസിഡിനകത്ത് എന്തുണ്ട്? നൈട്രേറ്റ് സോൾട്ട്, നൈട്രേറ്റ് അയോൺ ഉണ്ടാവും അല്ലെ. അപ്പൊ നൈട്രേറ്റ് സോൾട്ട് ഫോം ചെയ്യാൻ പറ്റും. ആ നൈട്രേറ്റ് സോൾട്ട് ചെടികൾക്ക് സിമ്പിൾ ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, മാറ്റോ. ഓക്കെ, അപ്പോ ഇവിടെ നടന്ന റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു മക്കളെ? ആദ്യം N2ഉം O2ഉം അവരെന്ത് ചെയ്തു? ആറ്റങ്ങളായിട്ട് മാറി. അപ്പൊ പിന്നെ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റി. അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി. ഈ നൈട്രിക് ഓക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടായി. ഈ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറും ഓക്സിജനും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് ആരെ കിട്ടി? നമുക്കറിയാം റെയിൻ വാട്ടർ, ഞാൻ പറഞ്ഞു മഴ പെയ്യുമ്പോൾ വെള്ളം വന്നു, വെള്ളവും അതിനകത്തുള്ള ഓക്സിജനും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് നൈട്രിക് ആസിഡ് കിട്ടി. നൈട്രിക് ആസിഡ് ഈ നമ്മുടെ സോയിലുള്ള മിനറൽസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് നൈട്രേറ്റ് സോൾട്ടുകൾ ഫോം ചെയ്യും. ആ നൈട്രേറ്റ് സോൾട്ടുകളെ ചെടികൾക്ക് സിമ്പിൾ ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ലൈറ്റ്നിങ് ചെടികൾക്ക് ഇത്രയും ഹെൽപ്ഫുൾ ആണ്, ഇത്രയും നല്ലതാണെന്ന് പറയുന്നതിന്റെ കാരണം. ഓക്കെ, ഇല്ലെങ്കിൽ അവർക്ക് നാച്ചുറലി ഉള്ള നൈട്രജനെ ഉള്ളോട്ടെടുക്കാൻ ഒരു വഴി ഉണ്ടാവില്ല. നൈട്രജൻ അവർക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവര് തമ്മിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഹൈ എനർജി ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടും. അതിന് അറ്റ്ലീസ്റ്റ് ഒരു ലൈറ്റ്നിങ് എങ്കിലും വേണം. ഓക്കെ മക്കളെ, ദെൻ അപ്പോ കൂടുതൽ നമുക്ക് എന്താ പറയാ, ചെടികൾക്ക് കൂടുതൽ ബെറ്റർ എലമെന്റുകൾ കിട്ടാൻ വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്യുക, എങ്ങനെയൊക്കെ അവർക്ക് കിട്ടും, ഏതൊക്കെ വഴി കൂടെ അവർക്ക് ഇത്രയും എലമെന്റ്സിനൊക്കെ എടുക്കാൻ പറ്റും? പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ ഡീക്കേ ചെയ്യുന്നത് വഴി, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന വഴി, ബയോ ഡീകമ്പോഷൻ ത്രൂ നൈട്രജൻ ഫിക്സേഷൻ ഈ പറഞ്ഞ പോലെ മറ്റൊരു ബാക്ടീരിയ യൂസ് ചെയ്ത് ഇതേപോലെ നൈട്രജൻ ഫിക്സേഷൻ നടന്ന മറ്റൊരു ബാക്ടീരിയ കൂടെ ചെടികളുടെ റൂട്ട്സിലൊക്കെ ഉള്ള കാര്യം ബയോളജിയിലൊക്കെ പഠിച്ചു കാണും. അപ്പൊ നൈട്രജൻ ഫിക്സേഷൻ ത്രൂ ഒക്കെ എന്ത് കിട്ടും? ചെടികൾക്ക് ഈ പറഞ്ഞ അവർക്ക് ആവശ്യമുള്ള എലമെന്റുകളെ ആവശ്യമുള്ള എമൗണ്ടിൽ അവർക്ക് കിട്ടാൻ ഇത്രയും വഴികളുണ്ടെന്ന്. അതിൽ നമ്മൾ കൊടുക്കുന്ന വഴികളാണ് ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും. ബാക്കിയൊക്കെ ചെടികൾക്ക് താനേ ഉണ്ടായി കിട്ടിക്കോളും ലെയർത്തിൽ നിന്ന്. ഓക്കെ, ഇനി നൈട്രജന്റെ കുറച്ച് യൂസസും കൂടെ പറയാം. എന്താണ്? നൈട്രോജനസ് ഫെർട്ടിലൈസർ, യൂറിയ ഒക്കെ പോലെയുള്ള ഫെർട്ടിലൈസറുകളിൽ നൈട്രജൻ ഉണ്ട് അല്ലെ. ആ നൈട്രോജനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷന് നൈട്രജന്റെ ആവശ്യമുണ്ട്. വണ്ടികളുടെ ടയറുകളിൽ ഫില്ല് ചെയ്യാൻ നൈട്രജൻ ആവശ്യമുണ്ട്. പിന്നെ ലിക്വിഫൈഡ് നൈട്രജനെ നമ്മൾ ഒരു റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്രിഡ്ജുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ്, നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് റെഫ്രിജറന്റ്. ഈ ലിക്വിഫൈഡ് നൈട്രജനെ റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെയുള്ള പാക്ഡ് ഫുഡുകളിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിപ്സ് എടുത്താൽ മതി. ചിപ്സുകളിൽ
ഓക്സിജന്റെ പ്രസൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നൈട്രജനെ കയറ്റാറുണ്ട്. നമുക്കറിയാം ലേസിന്റെ ഒക്കെ പാക്കറ്റ് ഇങ്ങനെ എയർ ആണ് കൂടുതൽ എന്ന് പറയുന്നത്. എന്താ അതിനകത്തുള്ളത്? സത്യത്തില് നൈട്രജൻ അതിന്റെ അകത്തുള്ളത്. ഇല്ലെങ്കിൽ നൈട്രജൻ ഇല്ലെങ്കിൽ സംഭവിക്കും, നമുക്ക് ചിപ്സ് എന്ന് പറയുന്നത് ഓയില് ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലെ, ആ പറഞ്ഞ ഓയിൽ കേടായി പോകും. അത് ട്രാൻസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ, അത് കേടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് പൊട്ട സ്മെല്ല് വരും, അത് തണുക്കും. നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ അകത്ത് ഈ നൈട്രജൻ ഉപയോഗിക്കാം. നൈട്രജൻ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കാരണം നൈട്രജൻ റിയാക്ട് ചെയ്യില്ല. ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ട് ഇനേർട്ട് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അല്ലെ, അപ്പൊ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ഓക്കെ. പിന്നെ അമോണിയയുടെ മാനുഫാക്ചറിങ്ങിനും ആര് യൂസ് ചെയ്യാം? നൈട്രജനെ യൂസ് ചെയ്യാം. ഓക്കെ ദെൻ അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത്, നമ്മുടെ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് എലിമെന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പറ്റി പഠിച്ചു. ഡബിൾ ഡീകമ്പോസിഷൻ, കോമ്പിനേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, കമ്പഷൻ, അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിച്ചു. അത്രയൊക്കെ. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ എങ്ങനെയാണ്, പിന്നെ ക്ലോറിന്റെ ബ്ലീച്ചിങ് ആക്ഷൻ ആൻഡ് ഓൾസോ നൈട്രജൻ പ്ലാന്റ്സിന് കിട്ടുന്ന ഒരു മെത്തേഡിലെ കുറച്ച് ഇക്വേഷൻസ്, പിന്നെ ഇവരുടെയൊക്കെ പ്രിപ്പറേഷൻസ്, ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ആൻഡ് യൂസസ് ഒക്കെ. അപ്പൊ അതൊക്കെ എല്ലാവരും നല്ലപോലെ പഠിക്കുക. യെസ്, നല്ലോണം പഠിച്ചാൽ ഇതിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നമ്മുടെ ആനുവൽ എക്സാമിന് ഇതിനകത്ത് നല്ല പെർസെന്റേജ് മാർക്ക് ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ നിന്നും 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാവർക്കും. എന്നാലും മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട 2 ചാപ്റ്റേഴ്സ് ആണ് 6ാമത്തെ 7ാമത്തെ അല്ലെ. അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ, സീ യു.